ദൈവ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. I praise my God for the presence of God. അരുമനാഥന്റെ ആഗമനത്തിന് മുൻപായി ഇങ്ങനെ ഒരു ആത്മീയ സംഗമവും കൂടെ ദൈവം അനുവദിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. I praise my God before his coming he has allowed us one such gathering. ദൈവിക ഘടികാരം മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. The divine clock is progressing. 2016 49-ാം ദിവസത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. We have come to the 49th day of this year 2016. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ നോക്കി ആരംഭിച്ച യാത്ര യേശുവിനെ നോക്കി ഇന്നയോളം തുടരുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. That same journey which we started by looking unto crucified Jesus, we are continuing till now. യേശുവിനെ നോക്കിക്കൊണ്ട് ഈ യാത്ര അവസാനിപ്പിക്കുവാനുള്ള വാഞ്ചയോട് മുൻപോട്ട് പോവുകയാണ്. And with the desire that looking unto him I might end my race. എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാവുന്നുള്ള ദൈവിക ഉദ്ധരണികൾ ദൈവം നമ്മിൽ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. Divine utterances that I will be with you till the end of the age, he is fulfilling it in our lives. പാപികളെ തേടി ലോകത്തിലേക്ക് വന്നവനായ യേശു ക്രിസ്തു എങ്ങനെയാണ് തന്റെ സേവനം ആരംഭിച്ചത്? The same Jesus who came in search of sinners, how did he start his ministry? തന്റെ സേവനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? What was the goal of his ministry? യേശു ലോകത്തിൽ വന്ന് ഒന്നാമതായി മനുഷ്യനെ വിളിക്കുകയാണ്. And when Jesus came, he is calling man. വിളിച്ചിട്ട് അവനോട് പറയുന്നത് എന്നോട് പഠിക്കുക എന്നാണ്. And calling him, he say, you learn of me. ആ ശ്വാസത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അലയുന്ന ഒരു ജനവിഭാഗത്തെയാണ് യേശു മുൻപിൽ കണ്ടത്. To a group of people who were toiling to comfort them, Jesus saw them. അവരുടെ പ്രവർത്തനം സഫലമാകുവാൻ കഴിയാതെ അത് അഫലമായി തീരുന്ന ഒരു ചിത്രമാണ് യേശു കാണുന്നത്. Jesus saw a picture that they were not progressing, not successing in their work. നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് എന്നോട് പഠിക്കുക, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ. You come and learn of me, then you shall find rest unto your souls. അങ്ങനെ കർത്താവായ യേശു മനുഷ്യനെ വിളിച്ച് അവരെ പഠിപ്പിക്കുകയാണ്. And Jesus is hearkening them and teaching them. പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞത് ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാണ്. The significant things he is teaching them, because I am meek and lowly in spirit, you learn of me. എന്നോട് പഠിച്ച് നിങ്ങൾ ആശ്വാസം കൈവരിക്കുകയാണ്. You learn of me and find comfort. സ്വസ്ഥമായി ലോകത്ത് ജീവിച്ച് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണമെന്നാണ്. And so that we might live in rest and enter eternity with that rest. ഞാൻ നോക്കിയപ്പോൾ സ്വർഗീയ കുടുംബം ഒരു അധ്യാപക കുടുംബമാണ്. When I saw this divine family is a teacher's family. പിതാവായ ദൈവത്തെ പറ്റി പറയുമ്പോൾ ദൈവം ഉപദേശിച്ച് പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ കാണും. God the Father, he is exhorting and he is teaching. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു അധ്യാപകനാണ്. So he is a teacher. ഇവിടെ യേശുക്രിസ്തുവും ജനകോടികളെ മാടി വിളിക്കുകയാണ്, എന്നോട് പഠിപ്പീൻ. Jesus Christ also hearkening the people, you learn of me. അപ്പോൾ അദ്ദേഹവും ഒരു അധ്യാപകനാണ്. He is also a teacher. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ concerning the Holy ഇനി Spirit, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, and so that no man might teach you, പരിശുദ്ധാത്മാവ് സകല ഉപദേശിച്ചു തരുമെന്ന് പറയുന്നു. the Holy Spirit himself will guide you in all the truth. അദ്ദേഹവും ഒരു അധ്യാപകനാണ്. The Holy Spirit is also a teacher. അപ്പോൾ സ്വർഗീയ കുടുംബം ഒരു അധ്യാപക കുടുംബം. The divine family is a teacher's family. ആ കുടുംബത്തിലെ കുട്ടികൾ ആരാണ്? And who are the disciples? അത് നാം എല്ലാവരുമാണ്. We are the pupils. അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്പസമയം ആ പാഠശാലയിലേക്ക് നീങ്ങാം. Shall we come to this school? ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുവാൻ ഇടയായി തീരും. So that he might teach us certain things. ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ മാത്രമേ ദൈവത്തിന്റെ നിത്യമായ ഉദ്ദേശത്തിന്റെ നിവൃത്തിയിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. Once we understand these things, will we be able to come to the fulfillment of the ദൈവം divine നിത്യനാകയാൽ മനുഷ്യനെ പറ്റിയുള്ള ഉദ്ദേശവും നിത്യമാണ്. Because God is eternal, his plan concerning man is also eternal. മനുഷ്യനെ പറ്റിയൊരു നിത്യമായ ഉദ്ദേശം ദൈവത്തിനുണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതിന് വിധേയപ്പെട്ടുകൊണ്ട് പ്രായോഗിക മേഖലയിലേക്ക് നീങ്ങേണ്ടതാണ്. And because we know that there is a divine plan concerning man, so we have to subject ourselves and make it practical in our lives. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അന്ത്യം ഏറ്റവും നന്നായിരിക്കും. Then our end will be good. ദൈവ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കഴിയും. We can enter the presence of God. അതിനുവേണ്ട അല്പസമയങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കയാൽ, and God has given us a short span of time, ദൈവത്തിന്റെ വചനങ്ങൾ പഠിച്ച് നിശ്ചയം പ്രാപിച്ച് അതിൻപടി മുൻപോട്ട് നീങ്ങാം. and we should learn the word
word of God and be embedded in it. റോമാലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ When we read Romans chapter 9 verse 28, വായിക്കാം. shall we read? കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കുമെന്ന് വിളിച്ചു പറയുന്നു. For he will finish your work and cut it short in righteousness, because the short work will the Lord make upon the earth. ഒരു ഭാഷ മതി. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് അതിനെ ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയും. And for he will finish the work and cut it short in righteousness. ഒരു പ്രവൃത്തിയെയും അതിന്റെ നിവൃത്തിയെയും പറ്റി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. There is a work and there is its fulfillment. ആ പ്രവൃത്തി ദൈവം തികച്ചില്ലെങ്കിൽ അടുത്ത വാക്യം വായിക്കുമ്പോൾ നാം സോദോമെ പോലെ ആകുമായിരുന്നു, ഗൊമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് കാണുന്നു. If the Lord hadn't finished that work, we would have been like Sodom and like Gomorrah. ദൈവികമായ ഒരു പ്രവൃത്തിക്ക് വിധേയപ്പെടാത്ത മനുഷ്യന് സോദോമിനും ഗൊമോറയ്ക്കും സദൃശ്യമായി അവൻ തീച്ചൂളയായി മാറ്റപ്പെടുകയാണ്. If we do not subject ourselves to divine plan, we will be like Sodom and Gomorrah. ഇവിടെ ഒരു പ്രവൃത്തിയെ പറ്റിയും അതിന്റെ സമാപ്തിയെ പറ്റിയും കാണുകയാണ്. There is a work and the fulfillment of the work. ആ പ്രവൃത്തിയുടെ ആവശ്യകത എന്താണ്? What is the need of that work? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ When we read Genesis chapter 2 verse 2, ദൈവം ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായി എന്ന് കാണുന്നു. it is mentioned he rested from all his works. ഈ പ്രപഞ്ചത്തെയും മാനവ ജാതിയെയും ദൈവം സൃഷ്ടിച്ചു. ആ പ്രവൃത്തിയെല്ലാം ഭംഗിയായി ചെയ്തു, നിവൃത്തിയായി എന്നാണ് ഇവിടെ കാണുന്നത്. He made everything and he rested from all his work. നാം ആദ്യം വായിച്ച വേദഭാഗത്തിൽ ഒരു പ്രവൃത്തിയെ ദൈവം വീണ്ടും ചെയ്യുന്നുവെന്ന് കാണുന്നു. In this portion of scripture that we read, God is again doing his work. ചിന്തിച്ചാൽ അതൊരു വിരോധാഭാസമല്ലേ? And is it not an exaggeration? ഒരു പ്രവൃത്തി ചെയ്ത് തികച്ചുവെന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുകയാണ് ഇതാ വേറൊരു പ്രവൃത്തി ചെയ്യുന്നു. It is an irony. It is mentioned he has finished work, but here it is mentioned he is doing അതിന്റെ it. ആവശ്യകത എന്താണ്? What's the need for it? ദൈവത്താൽ ഉരുവാക്കപ്പെട്ട മനുഷ്യന് ഒരു വാഴ്ച ദൈവം നൽകിയിരുന്നു. There is a dominion for man created by God. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ In Genesis 1:22, നീ സകലത്തിന്മേലും വാഴുക എന്ന് അവനോട് കൽപ്പിക്കുകയാണ്. and you have dominion over everything. ദൈവം ഉരുവാക്കിയ സകലത്തിന്മേലും മനുഷ്യനൊരു ഭരണ അധികാരിയായിരുന്നു. And he was a reigning, he was authoritative. അവന് ഒരു വാഴ്ചയുണ്ടായിരുന്നു. God had given man a dominion, എന്നാൽ ആ വാഴ്ച നഷ്ടപ്പെട്ടതായി കാണുന്നു. but he lost his first estate. 8-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കുമ്പോൾ When we read Psalm 8:5, അവൻ സകലത്തിനും അധിപതിയായിരുന്നു എന്ന് കാണുന്നു. and he was a ruler over all. എബ്രായലേഖനം 2-ാം അധ്യായം 7 മുതൽ 9 വരെ വായിക്കുമ്പോൾ In Hebrews chapter 2 verse 7 to 9 we read, അവൻ സകലത്തിനും അധിപതിയായിരുന്നുവെന്ന് ഒരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നുവെങ്കിലും ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നു. it is mentioned even though he was a ruler over all, written in one place, we do not see it so now. അപ്പോൾ ദൈവം നൽകിയ വാഴ്ച അധികാരം അവന്റെ കയ്യിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. That authority and dominion has been lost from man. സകലത്തിനും ആ അധികാരിയായിരുന്ന മനുഷ്യൻ ഇപ്പോൾ ആ സകല അധികാരത്തിനും വിധേയനായിരിക്കുകയാണ്. And he had power over all, but now he is subject to all authority. ഇത് പാപത്താൽ സംഭവിച്ച വിഷയമാണ്. It became due to his sin. ഒരു പ്രമാണം ദൈവം മനുഷ്യന് കൊടുത്തിരുന്നു. God had given him a ആ precept. പ്രമാണം പാലിപ്പാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. He could not obey the law. അവൻ മറ്റൊരു പ്രമാണത്തെ സ്വാഗതം ചെയ്തതിനാൽ Because he exalted another law, ജീവിതത്തിൽ പരാജയം സംഭവിക്കുകയാണ് ചെയ്തത്. he had failure in his life. വളരെ വ്യത്യാസം ഉണ്ടാകുകയാണ് ചെയ്തത്. And so much differentiation. അങ്ങനെ ദൈവം തീർത്ത ആ പ്രവൃത്തി അവനത് നഷ്ടമാക്കി He കളയുകയുണ്ടായി. lost the work created by God. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉരുവാക്കപ്പെട്ട മനുഷ്യൻ God created man in his own അവൻ image. പാപം ചെയ്ത് ആ സാദൃശ്യം നഷ്ടപ്പെടുത്തുകയാണ് He ചെയ്തത്. lost his image because of sin. ആദ്യ ഭാഗത്ത് പറയുന്നത് 1:26 വായിക്കുന്നു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉരുവാക്കി. God made him in his own image. എന്നാൽ 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, അവൻ പാപം ചെയ്തു, അവന് ഒരു സന്തതി ജനിച്ചു, അതിനുശേഷമായി അവൻ അവന്റെ സ്വരൂപത്തിൽ ഒരു മനുഷ്യനെ ഉരുവാക്കിയെന്നാണ്. And he lost the image because of sin, and in his own likeness he begat ദൈവ his സാദൃശ്യം seed. നഷ്ടപ്പെട്ടതായി കാണുന്നു. He lost the image of അവന് God. ജീവിതത്തിൽ വലിയ പരാജയം സംഭവിച്ചതായി കാണുന്നു. We read it, he had a great failure in his life. ദൈവം കൊടുത്ത വാഴ്ചയും അധികാരവും സിംഹാസനവും നഷ്ടപ്പെട്ടതായി He കാണുന്നു. lost his power, his dominion and his throne. അവനെ നഷ്ടപ്പെട്ട ആ നിലയിൽ നിന്ന് വീണ്ടും
അധികാരത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. Jesus came to this earth to bring him back to his first estate. അവനെ വീണ്ടും അധികാരിയാക്കി മാറ്റുന്ന ആ പ്രവൃത്തിയാണ് ഇവിടെ ദൈവം ആരംഭിച്ചിരിക്കുന്നത്. And God is starting the work. He will be ruler over all. അതാണ് കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ചു എന്ന് വിളിച്ചു പറയുന്നത്. It is calling God has finished his work in അതിനെ this earth. ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. He will cut it short in a span. ആ പ്രവൃത്തിക്ക് വിധേയപ്പെട്ടില്ലെങ്കിൽ അവർ സോദോമെ പോലെയും ഗൊമോറയെ പോലെയും ആകുമെന്ന് പറയുകയാണ്. If we do not subject ourselves to his work, we will be like Sodom and Gomorrah. ഏതിന്റെ പ്രതീക്ഷയിൽ നിന്ന് And committing sin from the paradise of Eden. അകന്നുപോയ മനുഷ്യനെ, The man who left away, ദൈവ സാന്നിധ്യം പെട്ട മനുഷ്യനെ man who lost the presence of God, വീണ്ടും സ്നേഹിച്ച് അവനെ ദൈവവൈതലാക്കി മാറ്റിയിട്ട് and loving him once again, making him a child of അവന് God, ദൈവിക സാദൃശ്യം നൽകിയിട്ട് giving him the image and likeness of ഒരു God. അധികാരിയാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. The plan of the work of God, make him a ruler over all. ഈ വിഷയങ്ങളെല്ലാം അപ്പസ്തോലിക സഭയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. God has given it to the apostolic church. ഇത് ബോധ്യപ്പെടുവാൻ ലോകത്തിൽ എല്ലാവരെ കൊണ്ട് കഴിയുന്നില്ല. And all the people of this world cannot understand this ക്രൈസ്തവ fact. ഗോളങ്ങൾക്കും കഴിയുന്നില്ല. Even the Christians cannot. പെന്തക്കോസ്ത് ഗോളങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് ഈ കാര്യം മനസ്സിലാക്കാൻ Even in the കഴിയുന്നത്. Pentecostal circles, only a minority can understand. മനുഷ്യനെ വീണ്ടും ഒരു ഭരണകർത്താവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. And making man a ruler once again. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ In Revelation chapter 12, when we ഇതാ ഒരു ആൺകുട്ടി ഒരു അധികാരിയായി സിംഹാസനത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയാണ്. behold a man child, a ruler, he's taken up ആൺകുട്ടിയുടെ the കയ്യിൽ throne. ഒരു വടി ഇരിക്കുന്നതായി കാണുകയാണ്. There is a rod in his hand. അധികാരത്തെ കാണിക്കുകയാണ്. It shows a power. ഇതാ ദൈവസഭയിൽ നിന്ന് ജയാളികളായ വിശുദ്ധന്മാർ And victorious saints, അവർ ജയാളികളായി തീർന്ന് അധികാരികളായി സിംഹാസനത്തിലേക്ക് they മാറ്റപ്പെടുകയാണ്. are victorious and they have authority. They are അവർക്ക് taken the throne. നിത്യതയിൽ ഒരു ഭരണമുണ്ട്. And in eternity they have a rulership. സ്ത്രീഹന്മാർ ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, കർത്താവേ ഞങ്ങൾക്ക് എന്ത് കിട്ടും? The apostles asked Jesus, Lord, what shall we ഞങ്ങൾ get? സകലവും വിട്ടല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? Lo, we have left all. What shall we get? നിങ്ങൾ നിത്യതയിൽ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. In eternity you will judge the 12 നിങ്ങൾ tribes of Israel. സിംഹാസനങ്ങളിൽ ഇരിക്കും. You will sit upon the thrones. നിങ്ങൾക്കൊരു വാഴ്ചയുണ്ട്. You will have a reign. നിങ്ങൾക്കൊരു അധികാരമുണ്ട്. You have an authority. ആ അധികാരത്തിലേക്ക് ദൈവം മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. God is bringing him back to his first estate. ചെറിയ തോതിൽ ഇതൊക്കെ ബോധ്യപ്പെട്ടവരാണ് സമത്വ സുന്ദരമായ ഒരു ഭരണം ഭൂമിയിൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത്യധ്വാനം ചെയ്യുന്നത്. And God will establish his reign in this earth in millennium. അങ്ങനെ ഒരു ഭരണം ഈ ഭൂമിയിൽ താമസമേന സ്ഥാപിക്കും. And without much time it will be established. അതിന്റെ നാളുകൾ ഏറ്റവും The ആസന്നമായിരിക്കുകയാണ്. time has come at hand. ഭക്തന്മാരെ ഓർത്തപ്പോൾ ഇങ്ങനെയാണ് പാടിയത്. The saints sang so. ഈ ലോക ദുഃഖം തുടരുകില്ല, ഇങ്കിലാവിൻ നാദം കേൾക്കില്ല, ഇമ്പമേറും ഹല്ലേലൂയ കേൾക്കുമാപ്പോരേ. ഈ ലോകത്തിലെ ദുഃഖം അധികം തുടരുകയില്ല. And the sorrow of this world will not continue. അതേപ്പറ്റിയുള്ള സാക്ഷിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു സഹോദരൻ പറഞ്ഞത്. And who testified right now? ദൈവം ഒരു പ്രവൃത്തി തന്നിൽ ആരംഭിച്ച് That God has established his work in ലോകത്തുള്ളതിനെയൊക്കെ വിട്ടുകൊണ്ട് and forsaking everything of this world. BSc നഴ്സിനെയും അമേരിക്കയും വിട്ടുകൊണ്ട് And he left that BSc nurse in America അടിച്ചുപടുകളെ പിൻപറ്റുകയാണ്. and following the footsteps of the ഈ Savior. ലോകദുഃഖം തുടരുകയില്ല. And not the sorrow of this world will not continue. ശബ്ദമേ ഇനി കേൾക്കയില്ല. We will not have the sound of revolution. ഒരു ഹല്ലേലൂയ അവിടെ കേൾക്കാൻ സമയമായി. We will have a melodious hallelujah being അവിടെ resounded. കേൾക്കാൻ സമയമായി. And the time is at hand, we can hear it. ഹല്ലേലൂയ. ആ നാളുകൾ സമാഗതമായിരിക്കുകയാണ്. And the time has come at hand. ദൈവം ആരംഭിച്ചിരിക്കുന്ന പ്രവൃത്തിയുടെ ഉദ്ദേശം അതാണെന്ന് And it is ബോധ്യപ്പെടുന്നതാണ്. the work that God has started. ആകയാൽ ദൈവം സകലവും നിവൃത്തിയായി ചെയ്തുവെങ്കിലും And even though God did everything മനുഷ്യൻ beautifully, വീണ്ടും അവിടെ പാളിച്ച ചെയ്തതിനാൽ and because man committed sin, വീണ്ടും ദൈവം അവനെ രൂപാന്തരപ്പെടുത്തി ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തിയാണ് God ആരംഭിച്ചത്. is once again transforming him, taking him back to his goal. ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ചതിനെ ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു And he പറയുക. will fulfill his word and cut it short. അതിനുവേണ്ടിയാണ് നാം ഈ കൺവെൻഷനോട് നിശ്ചയിച്ചിരിക്കുന്നത്. And that is why we have planned this ഒരു convention. ദൈവിക പ്രവൃത്തിയെയും അതിന്റെ സമാപ്തിയെയും പറ്റി നാം ഇവിടെ A വിളിച്ചറിയിക്കുകയാണ്. divine work and its fulfillment. വാഗ്ദത്തം ചെയ്തവനായ ദൈവം വിശ്വസ്തനാണ്. And God who has promised is faithful. ഇത്രയും വേഗം ദൈവം ആ കാര്യം നിവർത്തിക്കും. Very soon he will fulfill it. ഈ വേദഭാഗത്തെ നാം ഒന്ന് കൂലങ്കഷമായി ചിന്തിച്ചാൽ, And when we analyze this portion of the passage, ഒന്ന് മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം, a relation with God and man, രണ്ട് ആ ബന്ധത്തിൽ അടങ്ങിയിരിക്കുന്ന ഉദ്ദേശം, and the purpose in that relation, ആ ഉദ്ദേശത്തിലേക്ക് നീങ്ങുവാൻ ദൈവം ആരംഭിച്ചിരിക്കുന്ന പ്രവൃത്തി, and the work that we should go to that purpose. നാലാമത് അതിന്റെ സമാപ്തി. Fourthly, the fulfillment ഇനിയും thereof. പല കാര്യങ്ങളും
കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും 4 things are ഈ embedded, 3-4 വിഷയങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാം. and we will understand 3 or 4 facts. ദൈവവും മനുഷ്യനുമായുള്ള വലിയൊരു ബന്ധത്തെയാണ് കാണുന്നത്. A great relation between God and man. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ പറ്റി നാം ചിന്തിക്കുമ്പോൾ, And when we consider this relation, നിയമ ഭാഗത്തേക്ക് വരുമ്പോൾ, coming to New Testament, യോഹന്നാൻ 16:8 യേശു ഇങ്ങനെ പറയുന്നു, in John 16:8, Jesus says, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. and they were yours, you gave them to me. 8-ാം വാക്യത്തിൽ വായിക്കുന്നു, നീ എനിക്ക് നൽകിയ വചനം ഞാൻ അവർ കൊടുത്തിരിക്കുന്നു. And the word you have given me, I have given it unto them. 22-ാം വാക്യത്തിൽ വായിക്കുന്നു, നീ എനിക്ക് നൽകിയ മഹത്വം ഞാൻ അവർ കൊടുത്തിരിക്കുന്നു. And the glory which you have given me, I have given it unto them. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. They were yours, you gave them unto me. എന്തിനു വേണ്ടിയാണ് അവരെ എനിക്ക് തന്നത്? Why you gave them unto me? അവരെ മഹത്വത്തിലേക്ക് നയിക്കുവാൻ, To lead them unto glory. മഹത്വത്തിലേക്ക് നയിക്കുവാൻ നിദാനമായത് ദൈവം നൽകിയ വചനമാണ്. And only the word of God will lead them unto glory. മാനവജാതിക്ക് വേണ്ടി ദൈവം നൽകിയ ആനുകൂല്യങ്ങളിൽ അതിപ്രധാനമായത് ദൈവത്തിന്റെ വചനം എന്ന് പറയാൻ കഴിയുമോ? Most significant of the things God has given, it is His word. അവർക്ക് മാത്രമേ ഈ പ്രവൃത്തിക്ക് വിധേയപ്പെടുവാനും ജീവിത രൂപാന്തരം പ്രാപിച്ച് ജയാളികളായി ലക്ഷ്യത്തിലേക്ക് എത്തുവാനും Only കഴിയും. they can subject themselves to this work and be transformed and be victorious. എല്ലാം ദൈവം തന്നതാണെങ്കിലും Even though God has given everything, കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അദ്ദേഹത്തിന് കൊടുത്തു വിടുകയാണ്. and God gave to man a special gift. നീ എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. The word you entrusted, I have given it unto ആ them. വചനത്തിന്റെ നിവൃത്തിയിലേക്ക് മനുഷ്യനെ നയിക്കുകയാണ്. And leading man to the fulfillment thereof. ആ ലക്ഷ്യത്തിലേക്ക് അവനെ എത്തിക്കുമ്പോൾ And reaching him to that goal, നിശ്ചയമായും അവൻ ഒരു ജയാളിയായി മാറ്റപ്പെടും. definitely he will be അവൻ victorious. തേജസ്സേറിയവനായി മാറ്റപ്പെടും. He will be glorious. അവൻ മഹത്വത്തിലേക്ക് He പ്രവേശിക്കും. will be taken up to glory. ഈ പ്രവൃത്തിക്ക് ദൈവഭക്തിയുടെ മർമ്മം എന്ന് It പറയുക. is called the mystery of godliness. എഫേസ്യലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, In Ephesians chapter 3 verse 3 when we read, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ മർമ്മത്തെ പറ്റി എന്ന് പൗലോസ് പറയുകയാണ്. and concerning the mystery of the grace of God. അപ്പോസ്തോലിക സഭയെന്നുള്ളത് ഒരു വലിയ രഹസ്യമാണ്. Apostolic church is a mystery. രഹസ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറയാൻ കഴിയാത്തത്, The secret cannot be taken told to എല്ലാവരെയും all. കൊണ്ട് വഹിപ്പാൻ കഴിയാത്തത്, Everyone cannot bear it. എല്ലാവരോടും ബോധ്യമാക്കുവാൻ We കഴിയാത്തത്, cannot make them understand. അതാണ് രഹസ്യം എന്ന് പറയുന്നത്. That is what is known as a secret. അപ്പോസ്തോലിക സഭയുടെ രഹസ്യം The mystery of the apostolic church. മർമ്മം എന്നൊരു വാക്കോടെ And കൊടുത്തിരിക്കുകയാണ്. it is mentioned mystery. ആ മർമ്മം എന്താണ്? What is that mystery? ഈ സുവിശേഷത്താൽ ജാതികൾ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളായി തീരണം. By this gospel the Gentiles will be fellow heirs. വാഗ്ദത്തത്തിൽ പങ്കാളികളായി തീരണം. They will be partakers of the God promises. ദൈവോദ്ദേശം മനസ്സിലാക്കി നാം ജീവിക്കേണ്ടത് And ആവശ്യമാണ്. concerning the divine plan we should live. ദൈവോദ്ദേശം മനസ്സിലാക്കുന്നില്ലെങ്കിൽ ജീവിതത്തെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നയിപ്പാൻ If കഴിയുകയില്ല. we do not understand the divine plan, we cannot lead our life. തേജസ്സേറിയ മനുഷ്യൻ പ്രാകൃതനായി മാറ്റപ്പെട്ടു പോയി. The glorious man was become a natural man. പാപത്താൽ മാനവജാതിക്കുണ്ടായ നഷ്ടം എന്താണ്? And by sin, what was the loss? റോമർ 3:23 വായിക്കുമ്പോൾ, And Romans 3:23. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം For ഇല്ലാത്തവരായി. all have sinned and have fallen short of the glory of മനുഷ്യനുണ്ടായ God. നഷ്ടം എന്താണ്? And what is the loss? സാമ്പത്തികമായ സാംസ്കാരികമായ നഷ്ടം മാത്രമല്ല, And not only economically and culturally, ദൈവ തേജസ് ഇല്ലാത്തവനായി he തീർന്നു. lost the glory of God. അത് പാപത്താലാണ്. It is by sin എന്നാൽ അവനെ അനുസരണത്താല് and by obedience തേജസ്സേറിയവനാക്കി മാറ്റുകയാണ്. he is making him glorious. യേശു ലോകത്തിലേക്ക് വന്ന് When Jesus came to earth ഈ പാടുകൾ സഹിച്ചത് and he endured suffering, എഫേസ്യർ 5:27 വായിക്കുമ്പോൾ, in Ephesians 5:27, സഭയെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് വേണ്ടിയാണ്. and to present him gloriously വിശുദ്ധന്മാരെ തേജസ്സേറിയവരാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. and make the saints glorious. ഈ കാര്യങ്ങൾ നാം നല്ലവണ്ണം ബോധ്യപ്പെട്ടു കൊള്ളണം. We should understand it ആയുസിന്റെ nicely. നാളുകൾ കഴിഞ്ഞു പോവുകയാണ്. And the time of our life is coming to an കാലങ്ങളും end. സമയങ്ങളും ശേഷിക്കുന്നില്ല. And times are not at hand. കഴിഞ്ഞ ആഴ്ചയിൽ തൃശൂർ കൺവെൻഷനെ പ്രസംഗിക്കുവാൻ ഒരു പ്രിയപ്പെട്ടവനെ ആ അധികാരികൾ നിയമിച്ചിരുന്നു. And last week to preach in the Trishul convention they authorized one. അത് ഇവിടെ നിന്ന് വേല ചെയ്തതായ പാസ്റ്റർ സി തോമസ് അവർകളാണ്. And the Pastor C. Thomas who ministered from here. എന്നാൽ തൃശൂർ കൺവെൻഷന് അന്ന് പ്രസംഗിപ്പാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. But he could not get a chance to preach in the അദ്ദേഹം Trishul പെട്ടെന്ന് convention. ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. He departed from the പ്രിയ world. സഹോദരങ്ങളെ, മരണം നിശ്ചയമാണ്. The death is sure. നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. We have nothing to boast. ഇന്ന് കാണുന്നവനെ
നാളെ കാണുന്നില്ല. Today we see him, tomorrow we do not see ഇന്നത്തെ him. മനുഷ്യൻ നാളെ കാണുമെന്ന് പറയാൻ We കഴിയുന്നില്ല. cannot say we will see him tomorrow. ആകയാൽ ദൈവമുൻപാകെ ഭയപ്പെട്ടുകൊള്ളണം. We should fear the presence of God. ദൈവത്തോടും ദൈവത്തിന്റെ പ്രവൃത്തിയോടും ഐക്യപ്പെട്ടുകൊള്ളണം. And we should be with the works of ദൈവത്തിന്റെ God. പ്രവൃത്തിക്ക് വിധേയപ്പെട്ടുകൊള്ളണം. And we should subject to the works of God. ഉദ്ദേശത്തെ ബോധ്യപ്പെട്ടുകൊള്ളണം. We should understand the plan of ഈ God. വചനം എന്തിനു വേണ്ടി നിവർത്തിക്കുകയാണ്? And why this word is being fulfilled? തെറ്റേറിയവനാക്കി മാറ്റണം. To make him glorious. അതിനുവേണ്ടിയാണ് യേശു ഈ ലോകത്തിൽ വന്നത്. That's why Jesus came to this world. ഒന്നാമത്തെ വിഷയം എന്താണ്? What is the first subject? ദൈവികമായ ബന്ധം എന്നുള്ളതാണ്. The relationship with God. ലോകത്തിൽ കാണുന്ന സകല പരാജയങ്ങൾക്കും കാരണം എന്താണ്? All the failures in the world, the reason, ദൈവിക ബന്ധം ഇല്ല എന്നുള്ളതാണ്. because they did not have relation with God. ദൈവത്താൽ ഉരുവാക്കപ്പെട്ട മനുഷ്യന് ജീവിപ്പാൻ ദൈവം ഒരു പ്രമാണവും കൂടെ God has given a precept. ആ പ്രമാണത്തെ മനുഷ്യൻ അത് നഷ്ടമാക്കി കളഞ്ഞു. And man lost that precept. അവൻ മാനുഷികമായ പ്രമാണങ്ങളാൽ ജീവിക്കാൻ നോക്കുകയാണ്. And he is trying to live with human precepts. ഇന്ന് ഭരണാധികാരികളൊക്കെയും വിഷമിക്കുന്ന കാര്യം എന്താണ്? Why the rulers of this world are troubling ദൈവവുമായി now? അവർക്കൊരു ബന്ധമില്ല. They do not have a relation with God. ദൈവികമായ ബന്ധത്തിൽ ജീവിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും. Only if we have a relationship with God we can do it. ദൈവികമായ ബന്ധത്തിൽ ജീവിക്കുന്നവരെ കൊണ്ട് എല്ലാം കഴിയുമെന്നുള്ളതിന് ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം. An experience I will narrate right now. 1987 In 1987, ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിന്റെ ചില കോച്ചുകൾ ശാസ്താംകോട്ട കായലിൽ വീഴുകയുണ്ടായി. and certain coaches of the Bangalore Kanyakumari Express fell into that lagoon in Kayankulam. 100-ൽ അധികം ആളുകൾ മരിച്ചുപോയി. And more than 100 people passed away. കായലിൽ നിന്ന് ആ കോച്ചുകൾ കയറ്റുവാൻ അധികാരികൾ ആലോചിക്കുമ്പോൾ, And while the authorities were trying to retrieve the coaches, ഈ കോഴിക്കോട്ട് മാപ്പിള കലാസികൾ എന്ന് പറയുന്ന അധ്വാനശീലരും അനുഭവസമ്പത്തുള്ളവരുമായ ഒരു കൂട്ടം ആളുകളുണ്ട്. അവരിൽ ചില ആളുകൾ ശാസ്താംകോട്ട വന്നിരുന്നു. certain people who were industrious and who were experienced in Kozhikode, they came to Shastan Kota. ഈ കോച്ചുകൾ എങ്ങനെ കയറ്റാമെന്ന് അധികാരികൾ ആലോചിക്കുമ്പോൾ, And while the authorities were trying to find a solution to retrieve the coaches, ഈ മാപ്പിള കലാസികൾ അവരോട് പറയുകയുണ്ടായി, these group of people from ഇത് Kozhikode, ഞങ്ങൾ കയറ്റി തരാം, we will retrieve it. നിങ്ങളെ കൊണ്ട് കഴിയുമോ? Will you be അതേ able to? നിശ്ചയമായി ഞങ്ങൾ കയറ്റി തരാം. Definitely we will do it. അതനുസരിച്ച് അവരിവിടെ വന്ന് സഹപ്രവർത്തകരുമായി ശാസ്താംകോട്ടയ്ക്ക് വരികയുണ്ടായി. And with their co-workers, they came to Shastan Kota. ആധുനിക യന്ത്രസാമഗ്രികളൊന്നുമില്ല. No modern equipment. കപ്പിയും കയറും ചെയിനും ഇതൊക്കെയാണ് അവരുടെ ഉപകരണങ്ങള്. Only the pulley and the rope and other things. അവരവിടെ വന്ന് ഇവിടെ പ്രവൃത്തി ആരംഭിച്ചു. They came there and started their work. ചെയിനും കപ്പിയും എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞ് And fixing the pulley and the കോച്ചിൽ rope. ചെയിൻ കൊളുത്തിയിട്ട് And they hooked the coaches. എല്ലാവരും കൂടെ ചേർന്ന് ഒരു ദൈവീക പ്രാർത്ഥന. And a divine prayer എല്ലാവരും together. തമ്മിൽ മുഖത്തോട് മുഖം നോക്കി. And they looked one to another. പ്രധാനപ്പെട്ട ആൾ ഇങ്ങനെ പറയുകയുണ്ടായി, And the significant man, he said, യാ നബി സേല എന്ന് പറയുകയുണ്ടായി. he said these words in Arabic. ഇതിപ്പോൾ 10-28 വർഷമായ കാര്യമാണ്. And some 28 years ഞാൻ back. ഇന്നലത്തെ പോലെ ഓർക്കുകയാണ്. And I remember it as it was പ്രധാനപ്പെട്ട ആൾ yesterday. പറഞ്ഞു, യാ നബി സേല എന്ന് പറഞ്ഞുകൊണ്ട് കപ്പി വലിക്കുകയാണ്. And he's pulling it in chanting these words. കൂടെയുള്ളവരെല്ലാം യാ നബി സേല എന്ന് പറഞ്ഞുകൊണ്ട് ചെയിൻ പിടിച്ചപ്പോൾ കോച്ച് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരിക. And they also together with him shouted the same, and the coach came out. ഒന്ന് കരയ്ക്ക് കയറ്റി. And they retrieved it. അപ്പോൾ ഈ അധികാരികൾ ചോദിക്കുകയാണ്, And they were asking, നിങ്ങൾ എന്താണ് ഉരുവിട്ട ആ ഉച്ചാരണ വാക്കുകൾ? and what are the words that you uttered? അപ്പോൾ മാപ്പിള കലാസികൾ പറയുകയുണ്ടായി, And those people, they said, പാവങ്ങളാണ് ഞങ്ങൾ, അള്ളാവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. we said we are poor, oh master, you have mercy ഞാൻ upon us. പറഞ്ഞ എന്തിനു വേണ്ടിയാണ്? And why I said it? ഒരു ദൈവികമായ ബന്ധം. It is a divine relationship. മനുഷ്യൻ വ്യക്തിപരമായും സാമൂഹ്യമായും സകല പരാജയത്തിന്റെയും കാര്യം എന്താണ്? And what is their failing is socially and economically? ദൈവികമായ ഒരു ബന്ധമില്ല. They do not have a relation with മനുഷ്യനിൽ God. വിലയേറിയ ഒരു ആത്മാവുണ്ട്, And there is a soul precious എന്നാൽ in man, നശിക്കുന്ന ഒരു ശരീരവുമുണ്ട്. and a perishing ഈ body. ശരീരത്തിന്റെ കാര്യം മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ. And we are in this body. ആത്മാവിനെ പറ്റി അധികം ആരും We do ചിന്തിക്കുന്നില്ല. not think about the soul. അധികാരികളും ചിന്തിക്കുന്നില്ല. The authorities also don't think. ഭരിക്കുന്നവരും ചിന്തിക്കുന്നില്ല. The rulers do not think. ഭരണകർത്താക്കളും ചിന്തിക്കുന്നില്ല. And the people also ഈ do not പ്രപഞ്ചത്തെ think. ഉരുവാക്കിയവനായ ഈശ്വരൻ ജീവിക്കുമ്പോൾ And when God who is living സമാന്തരമായ ഒരു പ്രമാണം ഉരുവാക്കിക്കൊണ്ട് and giving a precept which is മനുഷ്യനെ equal, ഭരിക്കുവാൻ നോക്കിയാൽ and if we try to rule man, എന്തായിരിക്കും സംഭവിക്കുന്നത്? what will happen? കാര്യങ്ങൾ ശരിയാകയില്ല. And the things will not ഇത് come. ദൈവികമായ ബന്ധത്തിൽ അടങ്ങിയിരുന്ന കാര്യമാണ്. Because it has a divine ദൈവിക relation. ബന്ധമുണ്ടെങ്കിൽ ഏത് കാര്യവും സാധിക്കും. If we have a divine relation, any
anything is ബൈബിൾ നമ്മൾ possible. പഠിക്കുമ്പോൾ ദൈവിക ബന്ധത്തിൽ പല പ്രിയപ്പെട്ടവരും പല കാര്യങ്ങൾ സാധിച്ചു. In the word of God we see by a divine relation certain people they have obtained. യോസഫ് അധികാര കസേര കൈവശമാക്കി. And Joseph, he had the chair of authority. ദാനിയേൽ ഭരണം കൈവശമാക്കി. Daniel had rulership. അങ്ങനെ അനേക ആളുകൾ ദൈവിക ബന്ധത്താൽ പല കാര്യങ്ങൾ By നേടുകയുണ്ടായി. divine relation they inherited these things. ഇതെല്ലാം ലോകത്തിന് പറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളാണ്. These things are hidden to the world. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയുണ്ടായി. And you hid it from the wise and prudent, എന്നാൽ revealed ദൈവിക unto the ബന്ധം babes. ഇല്ലാതെ ജീവിക്കുന്ന പല ആളുകളുണ്ട്. There are so many people do not live with this relation. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രത്തിൽ ഏറ്റവും കരുത്തനായ മനുഷ്യന്റെ വിജയത്തിന്റെ ആധാരം എന്തെന്ന് ഈ അടുത്തിടെ വർത്തമാന പത്രത്തിൽ അറിയിക്കുകയുണ്ടായി. In the present day dailies, the secret of the success of the most poor man in the most poor wealthy nation. പരീക്ഷകളും പ്രയാസങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ When അല്പം trial- ഉന്മേഷം കിട്ടുവാൻ ചില പ്രയോഗങ്ങളൊക്കെ നടത്തുകയാണ്. When trials and sufferings and tribulations come, when he is discouraged, he uses certain things. അദ്ദേഹം എവിടെ പോയാലും തന്റെ കോട്ടിന്റെ പാക്കറ്റിൽ 5 ഭാഗ്യമുദ്രകൾ ഇട്ടിരിക്കുകയാണ്. And certain things auspicious he will carry it in his pocket. 2 വിഗ്രഹങ്ങൾ, 2 idols 2 ജപമാലകൾ, and 2 rosaries, 1 ചിപ്പ്, 5 കാര്യങ്ങൾ പോക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. and 1 small chip, 5 things. അദ്ദേഹം പറയുകയാണ്, എനിക്ക് പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ വരുമ്പോൾ And when I ഈ feel വിഗ്രഹം ഒന്ന് discouraged, കയ്യിലെടുക്കുമ്പോൾ വലിയ ഒരു ഉന്മേഷമാണ്. And I take this idol, it is a great enthusiasm. ഇത് പറഞ്ഞത് ലോക പോലീസിന്റെ പ്രധാനപ്പെട്ട അധികാരിയാണ്. And a powerful man of this world. ദൈവികമായ ബന്ധത്തിന്റെ മാഹാത്മ്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല. And he is not experiencing the relation with God. ലോകമെന്ന് പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. And world is shifting to failure. മുൻപോട്ട് നോക്കിയാൽ യാതൊരു സമാധാനവും ലോകത്തിൽ കാണുന്നില്ല. And no peace in the world. വലിയ പ്രയാസത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And to a great difficulty the world is moving. 1985 നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അവർ ഇങ്ങനെ പറയുകയുണ്ടായി, 1985, former Prime Minister Rajiv ലോക Gandhi, ജനത ആപത്തിന്റെ വക്കിൽ ആയിരിക്കുന്നു. the people of this world are at the brink of പല കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഉച്ചരിക്കുകയുണ്ടായി. and he uttered several things. ലോകം ഒരു വിനാശത്തിലേക്ക് The നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. world is heading towards a destruction. അതിലകപ്പെടാതിരിക്കാൻ ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. And God has started his work. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് And God fulfilled his work. അതിനെ ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു In a പറയുകയാണ്. moment he will finish it. നിർജീവ വസ്തുക്കളെ കയ്യിലെടുത്തുകൊണ്ട് ഉന്മേഷം പ്രാപിക്കുന്ന മനുഷ്യന് എവിടെയാണ് നിലനിൽപ്പ്? And taking lifeless things and finding enthusiasm, how will he stand? അദ്ദേഹത്തിന്റെ പരാജയം അടുത്തുപോയി എന്ന് അധികം താമസിയാതെ വാർത്താ മാധ്യമത്തിൽ തലയുയർത്തി നമ്മോട് സംസാരിക്കും. And his failure, it will be made well known in the dailies. ലോകം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ്. And world has headed to such a thing. ജ്ഞാനികൾക്കും വിവേകൾക്കും ഈ കാര്യം മറച്ചിരിക്കുകയാണ്. It has been hidden to the wise and prudent. ശിശുക്കളായ നമുക്ക് ഈ കാര്യം ദൈവം It വെളിപ്പെടുത്തുന്നിരിക്കുകയാണ്. has been revealed to us babes. ആകയാൽ ദൈവശബ്ദം കേട്ട് നാം മുൻപോട്ട് പോകണം. And we should hear the word of God and ദൈവിക proceed. ബന്ധം അനുസരിച്ച് മുൻപോട്ട് പോകണം. And we should obey the relation ഈ with കോഴിക്കോട് God. പരിസരത്തുള്ള ധാരാളം അനുഭവങ്ങൾ വേണമെങ്കിൽ പറയാം. I can say, narrate several experiences from സമയം Kozhikode. അനുവദിക്കുന്നില്ല. The time is not permitted. എന്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരാളാണ് ആ മാനന്തവാടിക്കാരൻ നക്സൽ വർഗീസ്. And one person, Naxal Varghese, അയാളുടെ ചരിത്രങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ കൂടെ കൂടെ വരാറുണ്ട്. and his history comes in my അദ്ദേഹം mind. ഒരിക്കൽ ഇങ്ങനെയാണ് വീട്ടിലൊരു കത്തെഴുതിയത്. And he was in his house. 1963 അമ്മയ്ക്കും അപ്പനൊരു കത്തെഴുതിയപ്പോൾ He wrote a letter 1963 to പല his കാര്യങ്ങൾ parents. പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും സമാധാനമായി ജീവിക്കണം. And you should live in peace. ആരോടും നിങ്ങൾ ശത്രുക്കളായി You പെരുമാറരുത്. should not be enemies to anyone. എനിക്കൊരു ശത്രുവില്ല, I have no enemy. നിങ്ങൾക്കും ഒരു ശത്രു ഉണ്ടായിരിക്കരുത്. You also shouldn't have any എല്ലാവരോടും enemy. സ്നേഹമായി പെരുമാറണം. You should live in love. ചേട്ടന്മാരോടൊക്കെ സ്നേഹമായി പെരുമാറാൻ And പറയണം. also to your brothers. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. And God has shown us so. ഇല്ലെങ്കിൽ അത് പാപമാണ് And it is a sin. എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, മുട്ട നല്ലതാണ്, The egg is good. അത് ചീഞ്ഞു പോയാൽ എന്തിന് കൊള്ളാം? If it is rotten, what would it profit? നക്സൽവാരിയായ മനുഷ്യനും പറയുകയാണ്, ദൈവികമായ ബന്ധത്തിൽ ജീവിക്കണം. Even a Naxalite, he's telling you ഇല്ലെങ്കിൽ should have a relation with ഒരു God. ചീമൊട്ടയായി പോകും. Else you will be rotten. അങ്ങനെയായാൽ അതൊരു നഷ്ടമാണ്. Then it will be a loss. പ്രിയമുള്ളവരെ, ജീവിതത്തെ വളരെ സൂക്ഷിക്കണം. We should preserve our life. ദൈവികമായ ബന്ധത്തെ നമ്മൾ സൂക്ഷിക്കണം. We should have this relation with God. അപ്പോൾ ദൈവം ഈ പ്രവൃത്തി ആരംഭിക്കുന്നത് എങ്ങനെയാണ്? And how will God start his ആ work? പ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണ്? And what is the purpose of his work? നമ്മെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. And to lead us unto glory. മണ്ണായ മനുഷ്യനെ
മഹിമയാക്കി മാറ്റുക എന്നുള്ളതാണ്. And to this earthly man make him നശിച്ചു glorious, പോകാതെ നിത്യജീവൻ പ്രാപിക്കുക so that എന്നുള്ളതാണ്. he will not perish, he might have eternal കർത്താവിന്റെ life, വീണ്ടുവരവിൽ നമ്മെ തന്നോടുകൂടെ ചേർക്കുക എന്നുള്ളതാണ്. and to gather us in his coming. അതിനായി നാം ഒരുങ്ങി ജീവിക്കേണ്ടത് And ആവശ്യമാണ്. we should live so. ഇനി അത് നിവർത്തിക്കുന്ന വിധങ്ങൾ എങ്ങനെയാണ്? And how it will be fulfilled. ഭാവിയായി തീർന്ന മനുഷ്യനെ യേശു വിലയ്ക്ക് വാങ്ങുകയാണ്. And the sinner God has purchased with a price. വെളിപ്പാട് പുസ്തകം 5:9 വായിക്കുമ്പോൾ, In Revelation chapter 5 നീ verse 9, അറുക്കപ്പെട്ടു നിന്റെ രക്തത്താൽ and you were slain and by സകല your blood, ജാതിയിലും ഭാഷയുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. and you have purchased from every tribe and every language. യേശു അറുക്കപ്പെടും മുൻപ് മനുഷ്യൻ സാത്താന്റെ അധീനതയിലായിരുന്നു. Before Jesus was slain, man was under the അവന് dominion of ഒരു വില Satan, കൊടുക്കേണ്ടിയിരുന്നു. and a price was given. അത് ഒരു ചെറിയ വിലയല്ല. It was not a small price. മനുഷ്യന്റെ ആത്മാവ് മുള്ളുകത്തെക്കാളും The വിലയുള്ളതാകയാൽ soul of man is more expensive than the അവന്റെ world. ആത്മാവിന്റെ വില പരിമിതിക്കപ്പുറമാകയാൽ It is a limitless. അതിനേറ്റൊരു വിലയാണ് യേശു കൊടുക്കേണ്ടിയിരുന്നത്. Jesus gave such a അത് price. കർത്താവായ യേശുവിന്റെ കാൽവരിയിലെ രക്തമാണ്. It is the blood of the ആ Calvary. രക്തത്തിന്റെ വില നിശ്ചയിക്കുവാൻ We കഴിയുന്നില്ല. cannot fix the price. ഈ ലോകത്തിൽ കാണുന്ന ഏതിന്റെയും വില നിശ്ചയിക്കാം. We can determine the price of any യേശുവിന്റെ commodity. രക്തത്തിന്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ല. We cannot determine the price of the blood of പ്രിയ Jesus. സഹോദരങ്ങളെ, Beloved brothers, പാപികളായി നമ്മെ വീണ്ടെടുപ്പാൻ, and to redeem we നമുക്ക് sinners, സമാധാനം തരുവാൻ, to give us peace, സാത്താന്യ ബന്ധനത്തെ അഴിക്കുവാൻ, to remove the അന്ധകാര diabolic, ശക്തിയെ അകറ്റുവാൻ, to remove the ഇരുളിൽ unknown നിന്ന് നമ്മെ powers, to വിടുവിക്കുവാൻ, redeem us from darkness, ദൈവ സാദൃശ്യം നമുക്ക് തരുവാൻ, and to give us a divine നമ്മെ image, ഒരു അധികാരിയാക്കി to മാറ്റുവാൻ, make us a ruler, നമ്മെ ഒരു ജയാളിയാക്കി to make മാറ്റുവാൻ, us an overcomer, സിംഹാസനത്തിൽ ഇരുത്തുവാൻ to lead us unto the throne. യേശു എന്താണ് ചെയ്തത്? What did Jesus do? തന്റെ മാർവിലെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി. He shed his blood to us. ഇത് വർഷത്തിൽ ഒരിക്കൽ ധ്യാനിക്കുകയല്ല, And we should not remember it once in a year. എല്ലായ്പ്പോഴും കാൽവരിയെ ധ്യാനിക്കുക. We should meditate Calvary ആ always. രക്തം നമുക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തു. He has shed his blood for നീ us. അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ സകല ജാതികളെയും വിലയ്ക്ക് വാങ്ങി. You were slain, and by your blood you have purchased ദൈവത്തിനായി വിലയ്ക്ക് everyone. വാങ്ങി. And you have purchased us unto ആ God. യേശുവിന്റെ കാൽവരി മരണത്തിൽ And by the death on the cross. പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് മാത്രമേ And all you who believe, ദൈവത്തിന് സ്വന്തമായി തീരുവാൻ you കഴിയുകയുള്ളൂ. can be the purpose of ഇല്ല God. എങ്കിൽ ദൈവത്തിന് സ്വന്തമായി തീരുവാൻ കഴിയുകയില്ല. Then you will not be God's own. ദൈവത്തെ മറന്നൊരു ജീവിതം ആരും നയിക്കരുത്. No one should live their life ദൈവത്തെ forgetting God. മറന്നൊരു ജീവിതം നയിച്ചാൽ And if you lead a life forgetting God, ഭയങ്കരമായ ന്യായവിധി നമ്മുടെ then മുൻപിലുണ്ട്. a terrible judgment awaits us. ആ ന്യായവിധിയിൽ രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. And then we will not escape the judgment. റമസാൻ മാസത്തിൽ In the month of Ramadan, റമസാൻ പുണ്യം എന്ന് പറഞ്ഞ വർത്തമാന പത്രത്തിൽ ഓരോരോ ഉപദേശങ്ങൾ അവർ കൊടുക്കുകയാണ്. certain doctrines concerning the ഈ festival, കഴിഞ്ഞ വർഷം കൊടുത്ത ഒരു ഉപദേശം ഇതാണ്: that doctrine they gave, വിചാരണ ദിനത്തിന്റെ കാഹളം. and the trumpet of the ഒരു judgment day, ഭയങ്കരമായ വിചാരണയുണ്ട്. and a terrible judgment. ഖുർആൻ ആ കാര്യം തുറന്നു പറയുകയാണ്. And the Quran is saying so. ആ പ്രവൃത്തികൾ ചെയ്തവർക്ക് ഏറ്റതായ ഒരു ന്യായവിധിയുണ്ട്. And a judgment for the who did the ആ works. കാഹളം ധരിപ്പിക്കുമ്പോൾ When the trumpet will sound, എല്ലാവരും അവിടെ വരും. everyone will be നന്മകളും assembled. തിന്മകളും എല്ലാം ഓരോ മാലാഖ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. And the good and the evil, the angels will write. അങ്ങനെ ആ കാഹളനാദത്തിൽ And on that trumpet sound, എല്ലാവരും ഇവിടെ വന്നേ മതിയാകുകയുള്ളൂ. everyone should be അവരുടെ assembled. പ്രവൃത്തിക്കേറ്റ പ്രതിഫലം വാങ്ങിയേ മതിയാകുകയുള്ളൂ. And a reward according to their works. അവരുടെ വാക് വിചാര കർമ്മങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And their works according to their മനസ്സ thoughts. വാച കർമ്മണ. And the word is so. അത് ഖുർആൻ പ്രസ്താവിക്കുന്ന ഒരു വിഷയമാണ്. It is a thing prescribed by ബൈബിളും Quran. ആ കാര്യങ്ങൾ പറയുന്നു. Even in the Bible it is എല്ലാവരും so. ആ കാര്യങ്ങൾ പറയുന്നു. Everyone is saying. വിചാരണ ദിനത്തിന്റെ കാഹളം, And it is a trumpet of ഒരു the judgment ന്യായവിധിയുടെ day. ദിവസം അടുത്തു A വരികയാണ്. day of judgment is coming. എന്താണ് ചെയ്യേണ്ടത്? What should we do? ദൈവികമായ ബന്ധത്തിൽ ജീവിക്കണം. And we should live in divine യേശുവിന്റെ relation. കാൽവരി മരണത്തിൽ വിശ്വസിക്കണം. And we should believe the Calvary death of നമ്മുടെ Jesus. പാപങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. The blood of Jesus cleanses നമ്മുടെ our പാപങ്ങളെ sins. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. And we should confess and forsake our എന്നാലേ sins. ആ പ്രവൃത്തി നമ്മൾ ചെയ്യുവാൻ കഴിയും. Only then will the work be fulfilled in ദൈവവചനം us. എന്ത് പറയുന്നു? What does the word of God നമ്മുടെ say? പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ If you confess your അവൻ sins, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. He will forgive us. ഈ കൺവെൻഷനിലേക്ക് ഉദ്ദേശം എന്താണ്? And what is the purpose of this convention? പബ്ലിക്കിനെ മാത്രം വരുത്തി അവരോട് സംസാരിക്കുകയല്ല, Not only exhorting the public, നാം തന്നെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുക. and we are examining our own lives. അപ്പോൾ നമ്മുടെ ഉള്ള അവസ്ഥയെ നമുക്ക് ബോധ്യപ്പെടുവാൻ Then we will കഴിയും. understand our own nature. മനസ്സാക്ഷി എന്ത് പറയുന്നു? What does the conscience say? നമ്മുടെ മനസ്സാക്ഷി ശുദ്ധമായിരിക്കണം. Our conscience should be എപ്പോൾ pure. നമ്മുടെ ജീവൻ പോകുന്നുവെന്ന് അറിയില്ല. When will our life will be lost? We do മരണശേഷം not ഒന്നും know. ചെയ്യുവാൻ കഴിയുന്നില്ല. After that we cannot do അതിന് anything. മുൻപേ
ദൈവം ആരംഭിച്ച പ്രവൃത്തിയെ തികയ്ക്കണം. Before that we should cut it short. നീ നൽകിയ വചനം ഞാൻ അവർക്ക് The കൊടുത്തിരിക്കുന്നു. word you gave me, I have നീ given it unto നൽകിയ them. മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. The glory which you gave me, I will give it unto them. വചനം ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനാൽ നമ്മുടെ ജീവിതയാത്രയെ സന്തോഷമായി Taking that നയിക്കാം. word and we should proceed. ആകയാൽ ഈ രക്തം എന്ത് ചെയ്യുന്നു? What does this relation do? പാപങ്ങളെല്ലാം പോക്കി നമ്മെ The ശുദ്ധീകരിക്കുക. blood cleanses and sanctifies us. വസ്തുവായ ഒരു രക്ഷ യേശുവിൽ കൂടെ പ്രാപിക്കുക. And a glorious salvation through ലോകത്തിന്റെ Jesus. ഏക രക്ഷകൻ യേശു The മാത്രമാണ്. only Savior of the world is രക്ഷിക്കപ്പെടുവാൻ Jesus. വേറൊരു നാമവും ഉള്ളതായി No നമ്മൾ other കാണുന്നില്ല. name to be saved. മറ്റൊരുത്തരിലും രക്ഷയില്ലായും ദൈവത്തിന് വചനം And പറയുന്നു. salvation in no other name. ആകയാൽ എന്താണ് ചെയ്യേണ്ടത്? What shall we do? രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ Come to the experience of salvation. രക്ഷിക്കപ്പെടും മുൻപ് എവിടെയാണ് അവൻ And ശിക്ഷയിലാണ്. before salvation we were in ശിക്ഷയിൽ judgment. നിന്ന് രക്ഷയിലേക്ക് From വരേണ്ടത് judgment to salvation. ആഴമായി ജീവിതത്തെ We പരിശോധിക്കുക. should examine our lives ഈ deeply. കൺവെൻഷന്റെ പ്രാരംഭ ദിനത്തിൽ In the beginning day, നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നു? what is our condition? നാം ഇപ്പോൾ എവിടെയായിരിക്കുന്നു? Where are we now? നമ്മുടെ അവസ്ഥ എന്താണ്? What is our ഇന്ന് condition? മരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താണ്? If we die, where will we നമ്മുടെ be? ലക്ഷ്യം എവിടെയാണ്? What is our goal? വളരെ ഭയപ്പെടേണ്ടത് We ആവശ്യമാണ്. should be fearful. ദൈവത്തിൽ വിറയ്ക്കേണ്ടത് ആവശ്യമാണ്. We should terrify at the word of ആകയാൽ God. ദൈവിക ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നത് യേശുവിന്റെ രക്തമാണ്. And the blood of Jesus leads us to the relation with ആ God. യേശുവിന്റെ കാൽവരി രക്തത്താൽ യേശുവിന്റെ അടുക്കലേക്ക് നമുക്ക് വരുവാൻ കഴിയും. By the blood of Calvary we can come to Jesus. ആ രക്തം നമ്മുടെ സകല പാപങ്ങളെയും The ശുദ്ധീകരിക്കുക. blood cleanses us from all നമ്മുടെ sin. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. We should confess and forsake our sin. ദൈവം നമ്മോട് അറിയിക്കുന്ന ദൈവിക സന്ദേശമാണ് സുവിശേഷം എന്ന് The പറയുന്നത്. divine message is the gospel. സുവിശേഷത്തിനല്ലാതെ മനുഷ്യനെ ഉദ്ധരിപ്പാൻ ലോകത്തിൽ ആർക്കും Only the കഴിയില്ല. gospel can redeem man. ദൈവവചനത്തിനല്ലാതെ അത് ആർക്കും കഴിയുകയില്ല. Only the word of God can redeem man. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് And God, Christ fulfilling the അതിനെ word, ക്ഷണത്തിൽ തീർക്കും. He will cut it short. ആ പ്രവൃത്തി നമ്മൾ ആരംഭിച്ചിരിക്കുന്നുവോ? And is that work started in ആ us? പ്രവൃത്തി നമ്മൾ തുടരുന്നുവോ? Is it continuing in us? ആ പ്രവൃത്തി നമ്മൾ തികഞ്ഞു വരുന്നുവോ? Is it being fulfilled in our നമ്മുടെ പഴയ lives? അവസ്ഥകൾ മാറി വരുന്നുവോ? Is our old condition being നാം changed? ഇപ്പോൾ എവിടെ ആയിരിക്കുന്നു? Where are we right നമ്മുടെ now? ലക്ഷ്യം എന്താണ്? What is our goal? ആ പ്രവൃത്തി തികച്ചുകൊണ്ടേ So that work might be ആ fulfilled. പ്രവൃത്തിയിൽ എന്താണ് സംഭവിക്കുന്നത്? What will happen in that work? ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ ശക്തിയാലും By the power of God and by the word of മണ്ണായ God, മനുഷ്യൻ മഹിമയായി the മാറുകയാണ്. earthly man will be made glorious. മാനസാന്തരപ്പെടുമ്പോൾ അവന്റെ പാപസ്വഭാവങ്ങൾ മാറുകയാണ്. When he repents, his wild nature is removed. അന്യമായ സ്വഭാവത്തിൽ നിന്നെല്ലാം വിടുവിക്കപ്പെടുകയാണ്. And he will be delivered from vile nature. ഭാവിയായ ഒരു മനുഷ്യന് യേശുവിനോട് അടുപ്പാൻ കഴിയുകയില്ല. And a sinner cannot come to God. അവൻ പിശാചിന്റെ കയ്യിലാണ്. He will be in the grip of the devil. പിശാച് എന്ത് ചെയ്യുന്നു? What will this devil ഒരു do? വലിയ മതിൽ അവിടെ കെട്ടിയിരിക്കുകയാണ്. And he has built a wall. അവന്റെ ആളുകൾ യേശുവിന്റെ അടുക്കലേക്ക് പോകരുത്. And the people should not come to Jesus. ആ മതിൽ കടന്നു പോകാൻ സാധിക്കുകയില്ല. And no one can cross the wall അവനെ തടയുകയാണ്. to prohibit them. മറ്റൊരു കാര്യം എന്താണ്? What is the second thing? വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തുകൾ പിശാച് എഴുതിയിരിക്കുകയാണ്. The handwriting which was contrary to us. ഇവൻ പാപിയാണ്, ഇവൻ ശരിയാകയില്ല, And he is a sinner, he will not be ഇവൻ reconciled. രക്ഷപ്പെടുവാൻ കഴിയുകയില്ല, He cannot be ഇവൻ rectified. ദൈവത്തിന്റെ ശത്രുവാണ് He is an enemy of God. എന്നൊക്കെ പറഞ്ഞ് വിരോധവും പ്രതികൂലമായ ഒരു കൈയെഴുത്തോടെ എഴുതി The വയ്ക്കുകയാണ്. handwriting of offenses which were contrary to us. പാപിയായ ഒരു മനുഷ്യന്റെയും ദൈവത്തിന്റെയും ഇടയിൽ ഈ രണ്ട് വിഷയങ്ങൾ കാണുകയാണ്. Two things between God and man. ഇത് യാതൊരു പുണ്യപ്രവൃത്തിയാലും മറികടക്കാൻ കഴിയുകയില്ല. By any our own works we cannot cross it. യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. Only by Jesus. യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. Only by Jesus. എന്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ You നിങ്ങളെ come to ആശ്വസിപ്പിക്കാം. me, I will comfort you. എന്റെ വചനം കേട്ട് പഠിപ്പീൻ, ഞാൻ നിങ്ങളെ You ആശ്വസിപ്പിക്കാം. learn of me, I will comfort you. യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി Jesus was sacrificed on us. മൂന്നാണിമേൽ നമുക്ക് വേണ്ടി തറയ്ക്കപ്പെടുകയാണ്. And he was crucified on 3 nails. രക്തമെല്ലാം ഊറ്റി കൊടുക്കുകയാണ്. And he shed his blood for us. മാനവജാതിക്ക് വേണ്ടി രക്തം ഊറ്റി കൊടുക്കുകയാണ്. For the human race. ശരീരം മുഴുവനുമായി കൊടുക്കുകയാണ്. And the whole body. ഒടുവിൽ യേശുവിന് ദാഹിച്ചപ്പോൾ When Jesus thirst, ദാഹിക്കുന്നുവെന്ന് he പറഞ്ഞു. said, I thirst. പുളിച്ച കാടി യേശുവിന് കൊടുക്കുകയാണ്. And they gave him sour wine. ആ കയ്പ് കാടി കുടിച്ചുകൊണ്ട് And having that, തോളിൽ തലചായിച്ചുകൊണ്ട് and he bowed his head. പിതാവേ, സകലവും നിവൃത്തിയായി
എന്ന് പറഞ്ഞുകൊണ്ട് He പ്രാർത്ഥന said, ഇടുകയാണ്. Father, it is finished. He യേശു gave his soul. സഹിക്കുന്ന പാടുകൾ And the suffering of Jesus, ഇതാർക്ക് വേണ്ടിയാണ്? for whom it is. നാം ചെയ്ത പാപങ്ങൾക്ക് It വേണ്ടിയാണ്. is for the sin we have പാപം എന്ന് committed. പറഞ്ഞാൽ എന്തെന്നറിഞ്ഞുകൂടാ. Why we do not know what is sin. ദൈവം എന്ന് പറഞ്ഞാൽ എന്തെന്നറിഞ്ഞുകൂടാ. We do not know what is God. ജീവിതം എന്ന് പറഞ്ഞാൽ We എന്തെന്നറിഞ്ഞുകൂടാ. do not know what is life. കാരണം ദൈവികമായ ഒരു ബന്ധമില്ല. Because we don't have a relation with ദൈവികമായ God. ബന്ധമില്ലാതെ ജീവിക്കുകയാണ്. We are not having a divine മാനുഷികമായ relation. പ്രമാണങ്ങൾക്ക് വിധേയപ്പെടുകയാണ്. We are subject to human precepts. ഭരണഘടനകൾ മാറ്റി മാറ്റി We എഴുതുകയാണ്. are rewriting the constitutions. മനുഷ്യനുണ്ടാക്കുന്ന ഏത് ഭരണഘടനയ്ക്കും പിൻപിൽ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്. And there is an emergency exit behind any handwritten constitution. ബസ്സുകളുടെയൊക്കെയും പിൻപിൽ എമർജൻസി എക്സിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. In the rear of buses, it is mentioned emergency exit. അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തേക്ക് ചാടുവാനുള്ള ഒരു വഴി. During the times of emergency, you can jump out. ലോകത്തിന് അതാണ് സംഭവിച്ചിരിക്കുന്നത്. Now it has happened to this world. ദൈവത്തെയും ദൈവിക പ്രമാണങ്ങളെയും മറികടന്നുകൊണ്ട് And crossing God and godly doctrines. സ്വാർത്ഥപരമായ പ്രമാണങ്ങളിൽ മുൻപോട്ട് പോകുകയാണ്. And we have our own greedy precepts. അവർ രക്ഷപ്പെടുവാൻ വഴി ധാരാളമുണ്ട്. And we can escape in several അതിന്റെ ways. ഉദാഹരണങ്ങൾ പലതുണ്ട്. So many examples. നാം പറയുന്നത് അത്ര ഭംഗിയല്ലെങ്കിലും Even though it is not good to say, വാർത്താ മാധ്യമങ്ങൾ സംസാരിക്കുന്നുണ്ട്. the media is calling. ഇത് പെട്ടെന്ന് തീരുകയില്ല. It will not come in an end. ഒരു സോളാർ, One ഒരു solar, കോഴ, one ഒരു bride, സൂര്യനെല്ലി, and one ഒരു suriname, അഭയ കേസ് one case 20-25 വർഷങ്ങൾ നീണ്ടുപോകുകയാണ്. pending for 20-25 കേസ് years. തീരുകയില്ല. It is not coming to അതിന്റെ an end. എല്ലാം പിൻപിൽ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്. And there is such a kind of an exit. അതുവഴി പുറത്ത് ചാടുകയാണ്. And we are jumping ചില out. ആളുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെടും, Only a few are punished. ഇല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുകയില്ല. They are not punished. ലോകമല്ലാതെ പോകുകയാണ്. And world is പാപം progressing. ലോകത്തിൽ വർദ്ധിച്ചു വരികയാണ്. The sin is abounding. പരമാർത്ഥികൾ ജീവിക്കാൻ പ്രയാസമായി വരികയാണ്. And the people cannot ആകയാൽ upright, എന്താണ് cannot ചെയ്യേണ്ടത്? live. What shall we do ആശ്വാസം പ്രാപിക്കണമെങ്കിൽ to have comfort? കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാനിവിടെ നിന്നതാണ്. And last year, this time I was here. അന്ന് ഞാനൊരു വാക്യം വായിച്ചു. I read a verse. സദൃശ്യം 23-26. 23-26 of മകനേ, Proverbs. നിന്റെ ഹൃദയം എനിക്ക് തരിക. Son, give your heart to me. എന്റെ വഴി നിന്റെ കണ്ണിൽ ഇമ്പമായിരിക്കും. Let my ways be pleasant to your eyes. എനിക്കൊരു വഴിയുണ്ട്. I have a way. ആ വഴിയുടെ പിൻപിൽ ഒരു ലക്ഷ്യമുണ്ട്. And there is a goal ആ behind that way. ലക്ഷ്യത്തിലേക്ക് നീയും വരണം. You should come to that way. നീയും വരണമെങ്കിൽ, If you have to come, ഈ വഴി ഇമ്പമായി തോന്നണമെങ്കിൽ if this way should be നിന്റെ pleasant, ഹൃദയം എനിക്ക് തരിക. you give your heart to എന്ന് me. ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യം അതാണ്. And God is asking us, ദാനധർമ്മങ്ങളൊന്നും അല്ല, not our sacrifices, മറ്റു കാര്യങ്ങളൊന്നും അല്ല. not our alms. മകനേ, നിന്റെ ഹൃദയം എനിക്ക് തരിക. My son, give me thine heart. പത്രോസിന്റെ പ്രവർത്തന മേഖലയിൽ In the work of Apostle Peter, ഒരിക്കൽ താൻ കൈവച്ചപ്പോൾ വിശ്വാസികൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. when he laid his hands, the disciples were filled with the Holy Ghost. അത് കണ്ടുകൊണ്ടിരുന്ന ഒരു ബന്ധുക്കോസുകാരൻ And one person who was seeing it, പത്രോസിന്റെ അടുക്കൽ വന്നു. he came to Peter. എന്ത് നന്മ ചെയ്യണം, ഈ അധികാരം എനിക്കും കൂടെ തരണം. What shall I do? I also should have this ഞാൻ power. ആരുടെയെങ്കിലും തലയിൽ കൈവച്ചാൽ അവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടണം. If I lay my hands upon anyone, he also should എന്ത് be filled. വേണമെങ്കിലും തരാം. I can give you anything. ഏതോ ഇൻഡിപെൻഡന്റ് ബന്ധുക്കോസിൽപ്പെട്ട ആളായിരിക്കും, He might have been an independent ധനവാനായിരിക്കും. Pentecost. He might be a wealthy എനിക്ക് man. തോന്നുന്നു ഒരു കയ്യിൽ ചെക്ക് ലീഫ് എടുത്ത് കാണും, And he might have took a check leaf. മറുകയിൽ പേന എടുത്ത് കാണും. He might have taken a pen. പത്രോസിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. And he took that to ഈ Peter. അധികാരം എനിക്കും തരണം. You should give me എന്താണ് this വേണ്ടത്? power. What shall I do? എന്താണ് വേണ്ടത്? What shall I do? എന്ത് പറഞ്ഞുകൊള്ളുക. What, you name it. അയാൾ ദൈവത്തിന്റെ ദാനങ്ങൾ പ്രാപിപ്പാൻ And to have the gift of God. ബാഹ്യമായ വിഷയങ്ങളുമായി മുൻപോട്ട് പോവുകയാണ്. And external things he's asking. പത്രോസ് പറഞ്ഞു, Peter said, അല്ല, നിനക്ക് ഇക്കാര്യത്തിൽ പങ്കുപോകരില്ല. and you have no part. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളത്. Your heart is not upright with God. ആകയാൽ നിനക്ക് പങ്കുപോകരില്ല. You have no part നീ or ഒരു no fellowship. ബന്ധുക്കാരനാണെങ്കിലും If you are a നിന്റെ ഹൃദയം Pentecostal, നിറയെ കയ്പാണ്. your heart is full of അവിടെ bitterness കയ്പും പകയും ഈർഷ്യയുമാണ്. and gall of bitterness and the നീ bond of പൈശാചിക iniquity. ബന്ധനത്തിൽ You അകപ്പെട്ടിരിക്കുകയാണ്. are in a diabolic ഈ പാപം stronghold ക്ഷമിപ്പാൻ പ്രയാസമാണ്. and your sin cannot be forgiven. ദൈവത്തോട് പ്രാർത്ഥിക്കുക. And pray to God. ചിലപ്പോൾ പാപം ക്ഷമിക്കുമായിരിക്കും. Perhaps your sin might be forgiven. ദൈവമക്കളെ, ധനമല്ല കാര്യം, Our wealth is not പണമല്ല കാര്യം, not our money. ഇതൊന്നുമല്ല കാര്യം. It is of no value. പരമാർത്ഥമായ ഒരു ഹൃദയമാണ് ആവശ്യം. An upright heart. അവനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. Son, you give me your പാപങ്ങളെ heart. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, And if you confess ഒരു your sin, പൂർണ്ണമായ ശുദ്ധീകരണം if പ്രാപിക്കുമ്പോൾ you have a sanctification, ദൈവം നമ്മെ അംഗീകരിക്കുകയാണ്. and God is a ഈ വേല sanctifying us. ഇത്രത്തോളം വിശാലമാകാൻ കാര്യം And എന്താണ്? why our ministry has ഇത് perfected, പണത്തിന്റെ പിന്നാലെ പോയതല്ല, not because of money, വാസ്തവമായി ദൈവത്തിൽ ആശ്രയിച്ച്
മുൻപോട്ട് പോയത് കൊണ്ടാണ് ഇങ്ങനെ ആയത്. Truly we trusted in God and we progressed. പാസ്റ്റർ പോൾ ആ നിലയിലാണ് പ്രവർത്തിച്ചത്. Pastor Paul, he worked in like manner. വാസ്തവമായ ഒരു ത്യാഗാത്മകമായ സേവനം അദ്ദേഹം And നയിച്ചു. he had a sacrificial ഈ ministry. ലോകത്തൊന്നുമില്ലാത്തവനായി ജീവിച്ചു. He lived as he had nothing. വിദേശികളുടെ ആനുകൂല്യങ്ങൾ അദ്ദേഹം സ്വീകരിച്ചില്ല. And he did not have any ഒരു arms. ത്യാഗോജ്വലമായ സേവനമാണ് അദ്ദേഹം He നയിച്ചത്. had a sacrificial ministry. അതുകൊണ്ടാണ് ഈ വേല ഇത്രത്തോളം That is വിശാലമായത്. why our ministry has ആകയാൽ progressed. യേശു ലോകത്തിൽ വന്ന് ഈ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ When Jesus came and started this ministry, യേശു കാൽവരിയിൽ യാഗമായി തീരുകയാണ്. and he was sacrificed on ആ Calvary, യേശുവിന്റെ കാൽവരി മരണത്തിൽ നമ്മൾ വിശ്വസിക്കണം. and we should believe in കർത്താവേ, that. ആ പാടുകൾ എനിക്ക് വേണ്ടി എന്ന് പറയാം. Oh Lord, your അവിടുന്ന് sufferings are for സഹിച്ച me. പാടുകൾ എനിക്ക് വേണ്ടി എന്ന് It പറയാം. is for me you suffered. അവിടുന്ന് കയ്യിലേറ്റ ഇരുമ്പാണിയുടെ പാടുകൾ എനിക്ക് വേണ്ടി എന്ന് പറയാം. And a nail print for me. കാലിലേറ്റ പാടുകൾ എനിക്ക് വേണ്ടി എന്ന് പറയാം. And a scar on your feet for തലയിൽ me. മുൾമുടിയേറ്റത് എനിക്ക് വേണ്ടി എന്ന് The പറയാം. crown of thorns for me. വാസ്തവമായി നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമ്മൾ അനുഭവിക്കണം. Truly we should repent of our sins. അല്ലാതെ ദൈവം അടുത്ത് വരികയില്ല. Else God will not ഈ approach us. പ്രവൃത്തി ആരംഭിക്കുകയില്ല. Then he will not start his work. പെന്തക്കോസ്തുകാരിൽ ഈ പ്രവൃത്തി ആരംഭിക്കുകയില്ല. He will not start the work on the Pentecostal പണക്കാരിൽ ഈ people. പ്രവൃത്തി ആരംഭിക്കുകയില്ല. Not upon the wealthy. മാന്യന്മാരിൽ ഈ പ്രവൃത്തി Not ആരംഭിക്കുകയില്ല. upon the honorable. എന്താണ് ചെയ്യേണ്ടത്? What shall we do? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. And God is opposed them who had broken in മനസ്സ് heart. തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. He will save them who have a contrite അപ്പോൾ spirit. ഹൃദയത്തിന്റെ ഒരു നുറുക്കമുണ്ടാകണം. Brokenness of heart. യേശു നമ്മെ സ്നേഹിച്ച സ്നേഹം എത്ര The വലുത്. love with Jesus loved us. യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം എത്ര വലുത്. The depth of the love of ഈ Jesus. ലോക സ്നേഹമെല്ലാം ദൈവത്തോട് ശത്രുത്വമാണ്. And the love of this ഈ world. ലോകത്തിന്റെ പിന്നാലെ പോകുവാൻ പാടില്ല. And we should not go after the ഒരു love of the world. കാരണവശാലും ലോകം നമ്മെ സന്ധിക്കരുത്. And we should not go after the ലോകം world. നമ്മുടെ പിന്നാലെയായിരിക്കണം. The world should come after us. ക്രൂശ് നമ്മുടെ The മുന്നാലെയായിരിക്കണം. cross before us. ഇല്ല എങ്കിൽ നമുക്ക് രക്ഷപ്പെടുവാൻ Else we കഴിയില്ല. will not be ഈ escaped. പ്രത്യാശയിൽ ജീവിച്ച് മുൻപോട്ട് പോയാൽ And if we have this hope, ഹൃദയത്തിൽ വലിയ a സന്തോഷമായിരിക്കും. great rejoicing in our ക്രൂശ് heart. എന്റെ മുൻപിൽ, The cross ഈ before me, ലോകം എന്റെ പിൻപിൽ. the world behind me. അങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്. We should live in like നമ്മെ manner. സ്നേഹിച്ച യേശുവിനെ നാം സ്നേഹിക്കണം. We should love the same Jesus who യേശുവിനെ loved പോലെ us. ആരും നമ്മെ ഒരാൾ സ്നേഹിച്ചില്ല. And no one has loved as our Lord. യേശുവിന്റെ സ്നേഹം മഹത്തായ സ്നേഹമാണ്. It is a glorious ആ love. സ്നേഹത്തെ ഓരോ നാളും നമ്മൾ ധ്യാനിക്കണം. And we should meditate the love. യോഹന്നാൻ 4:9 വായിക്കുമ്പോൾ 1 John 4:9. ആ സ്നേഹം പ്രത്യക്ഷമായി. And that love was റോമർ manifested 5:8 വായിക്കുമ്പോൾ in Romans 5:8. ആ സ്നേഹം കാൽവരിയിൽ പ്രദർശിപ്പിച്ചു. And it was revealed on റോമർ Calvary 5:5 വായിക്കുമ്പോൾ 5:5. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകരുകയുണ്ടായി. Shed abroad in our hearts. ഇത് മൂന്ന് സ്നേഹമല്ല, Not three kinds of ഒരേ love. സ്നേഹമാണ്. Only one love. പ്രത്യക്ഷമായ സ്നേഹം, Manifested love. കാൽവരിയിൽ പ്രദർശിക്കപ്പെട്ട സ്നേഹം, Love revealed on Calvary. ഹൃദയത്തിൽ പകർന്ന സ്നേഹം. Love shed abroad in our ഈ hearts. സ്നേഹത്തെയും വഹിച്ചുകൊണ്ട് And bearing this love. ദൈവനാഥന്റെ പിന്നാൽ നീങ്ങിയാൽ മാത്രമേ Following the footsteps of the Master. ഹൃദയം നുറുങ്ങുകയുള്ളൂ. The broken heart. യേശുവിനേക്കാൾ കൂടുതൽ ലോകത്തിൽ ഒന്നിനെയും We should സ്നേഹിക്കണം. not love anything about ആത്മീയരായ Jesus. ആളുകൾ ഇന്ന് ലോകത്തെ സ്നേഹിക്കുകയാണ്. The spiritual people are loving the ലോകത്തിന്റെ world. പിന്നാലെ They പോവുകയാണ്. are going after the അയ്യോ, world. അങ്ങനെ ആരും പോകല്ലേ. You should not go. പാപത്തിന്റെ ശമ്പളം മരണമാണ്. The wages of sin is ഹൃദയം death. നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. God is nigh to them who are ഈ a broken കൺവെൻഷന്റെ heart. പ്രാരംഭ ദിനത്തിൽ The beginning day of this convention. ഹൃദയം നുറുങ്ങുന്നു. How many of you have a broken ദൈവം ഒരു heart? പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. God has started His work. ഞാൻ അതിനെപ്പറ്റി ശരിയായി അറിഞ്ഞില്ല. I did not know it. എന്നാൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. But God is hearing my prayer. ജോലി സൗകര്യമെല്ലാം തരുന്നു. And God has given me job and നല്ല facilities. നല്ല വീടും നല്ല കാറുമെല്ലാം തരുന്നു. And good houses and vehicles. വസ്തുവിന്റെ അതിർത്തി വികസിക്കുന്നു. Enlarging my borders. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിലും And He is doing such things. എന്താണ് സംഭവിക്കുന്നത്? And what is happening? ഈ വചനപ്രകാരം According to His word. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി മഹത്വത്തിലേക്ക് തന്റെ മണവാട്ടിയാക്കി മാറ്റുവാൻ ആരംഭിച്ച പ്രവൃത്തിയെ പറ്റി എന്ത് പറയുന്നു? And concerning the work to transform us and make Him His ആ glorious പ്രവൃത്തി bride. എന്നിൽ ആരംഭിച്ചുവോ? Is that work started in ആ me? പ്രവൃത്തി ആരംഭിക്കണമെങ്കിൽ If that work to start ദൈവിക ബന്ധത്തിന്റെ പ്രാരംഭത്തിൽ in the beginning of the work of God. നുറുങ്ങിയവർക്ക് യഹോവ സമീപം. God is nigh unto them who are broken in heart. നുറുങ്ങിയവർക്ക് യഹോവ സമീപം. God is nigh unto them who have a broken heart. നുറുക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ടാക്കുക എന്നാണ്. What do you mean by a broken heart? അല്ലെങ്കിൽ അതിനകത്തൊരു പാടുണ്ടാക്കുക എന്നുള്ളതാണ്. And may rent it. നുറുക്കണമെങ്കിൽ ഒരു കത്തി ആവശ്യമാണ്. And a knife is ഹൃദയം essential. നുറുക്കുന്ന കത്തി ഏതാണ്? And with that അത് knife, ദൈവത്തിന്റെ വചനമാണ്. and is the word of God. ഇരുവായ്ത്തിലുള്ള വാളാണ്. A double-edged sword. ആത്മാവിനെയും പ്രാണനെയും സന്ധിമറ്റുകളെയും
തുളച്ച് കയറേണ്ടതാണ്. cutting us under the soul and spirit and dividing us under the joints and marrow. ദൈവമക്കളെ, ദൈവവുമായി നാം ഒരു ബന്ധം സ്ഥിരമാക്കണമെങ്കിൽ, To make permanent the ഈ relation with ലോകജീവിതത്തിൽ God. ഞാനും എന്റെ പ്രിയനും എന്ന് പറയണമെങ്കിൽ, I and my beloved. കർത്താവിന്റെ വരവിനെ പറ്റി പറയണമെങ്കിൽ, Concerning the coming of the ഈ Lord. പ്രത്യാശയോടെ ജീവിക്കുന്നവർക്ക്, And having this hope. ദൈവിക ബന്ധത്തിൽ ജീവിക്കുന്നവർക്ക് And a relation with God. കർത്താവിന്റെ വരവിനെ പറ്റി വലിയ സന്തോഷമാണ്. And great rejoicing അവർ concerning the പ്രത്യാശയുടെ coming of പാട്ടുകളൊക്കെ God. പാടുകയാണ്. And they are singing with hope. അവർ പാട്ടുന്ന പാടെന്തായിരിക്കും? What do they sing? Come by quickly, Lord, we are waiting day and night, loving thy presence all delight, to see thee face to face, with thee forever abide. Come by quickly, Lord, for thy bride. Come by quickly, Lord, we are waiting day and night, loving thy appearing, thy presence all delight, to see thee face to face, with thee forever abide. Come by quickly, Lord, for thy bride. Hallelujah. ഈ പ്രവൃത്തി ആരംഭിക്കണമെങ്കിൽ ദൈവികമായി ബന്ധം സ്ഥാപിക്കണം. And that divine relation should be established to start ദൈവികമായി this ബന്ധം work. സ്ഥാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? And to have start this relation, തിരുവായ്ത്തിലുള്ള വാളിനാൽ ഹൃദയം the നുറുക്കണം. heart should be rent with the ഹൃദയം double-edged sword. നുറുക്കണം. And the heart should be ദൈവത്തിന്റെ broken. വചനം കേൾക്കുമ്പോൾ, And when we hear the word of ഓ God, ഞാൻ പാപം ചെയ്തു പോയി, I sinned. കർത്താവേ ഞാൻ പാപം ചെയ്തു പോയി, Oh Lord, I have sinned. കർത്താവേ ഞാൻ മോശമായി ജീവിച്ചു പോയി, I have lived wrongfully. ഞാൻ അന്യമായി സംസാരിച്ചു പോയി, I have spoken സഹോദരങ്ങളെ unrighteously. സ്നേഹിപ്പാൻ കഴിഞ്ഞില്ല, I could not love my brethren. മാതാപിതാക്കളെ ബഹുമാനിപ്പാൻ കഴിഞ്ഞില്ല, I could not honor my parents. എന്റെ മരുമകളെ സ്നേഹിപ്പാൻ കഴിഞ്ഞില്ല, I could not love my daughter-in-law. എല്ലാവരും സന്തോഷമായിരിക്കാൻ കഴിയുന്നില്ല, I could not happily live in എന്റെ my യേശു house. മാത്രം മതി എന്ന് പറയാൻ I could not കഴിയുന്നില്ല. say my Jesus is ഇതെല്ലാം sufficient. ഓർത്തുകൊണ്ട് ഹൃദയം നുറുങ്ങണം. And our heart should be broken. ഇതെല്ലാം rent. ഉള്ള വ്യക്തിയാണ് പെന്തക്കോസ്തുകാരൻ എന്ന് പറയുന്നത്. He is a Pentecostal Oh. man. ഇല്ലാത്ത പെന്തക്കോസ്ത് ആകുകയില്ല. And else we will not be a Pentecostal. ഞങ്ങൾ ദൈവസ്നേഹത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളോട് പറയുന്നു, And by the love of God we speak ഞങ്ങളുടെ to the അസ്ഥിയിൽ നിന്ന് brethren. അസ്ഥിയും ഞങ്ങളുടെ അസ്ഥിയിൽ നിന്ന് From our bone മാംസത്തിന് മാംസമായ and flesh. പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, Beloved brethren, we say unto you, ചിലപ്പോൾ ഈ ഫെബ്രുവരി 19 നമുക്കുണ്ടോ എന്നറിയുന്നില്ല. we do not know if we have a February നാളെ 19. കേൾക്കുന്ന മെസ്സേജ് അല്ലെ സന്ദേശം എന്താണെന്ന് അറിയുന്നില്ല. We do not know the message will we hear tomorrow. മരിച്ചുപോയി, Today we might ആകയാൽ die. എന്താണ് ചെയ്യേണ്ടത്? What shall we do? ഇരുവായ്ത്തിലുള്ള വാളിനാല് With this two-edged sword, ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വരഞ്ഞ് 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 അത് ശരിയാക്കണം. and rending asunder the spirit, the soul. ഇല്ലെങ്കിൽ പിശാച് നമ്മെ വിടുകയില്ല. The devil will not leave us. അബ്രഹാമിനോട് യാഗം കഴിക്കാൻ പറഞ്ഞു. God ordered Abraham to അബ്രഹാം sacrifice, പക്ഷികളെയൊക്കെ എടുത്തു, and he took the എന്നാൽ fowls. പക്ഷികളെ പിളർന്നില്ല. He did not cleave the കാരണം fowls. പ്രാവിന് കട്ടില്ല എന്ന് അബ്രഹാം അറിഞ്ഞു കാണുമായിരിക്കും. He might have known there is no gut in the അവൻ dove. കട്ട് കളയാതെ യാഗം കഴിച്ചു. Without removing the gut, he sacrificed. റാഞ്ചൻ പക്ഷി ഇറങ്ങി വന്നു. And the other kinds of vultures അബ്രഹാമേ, appeared. ഞങ്ങളുടെ അവകാശം തരാതെ എന്താണ് നീ യാഗം കഴിച്ചത്? You did not give our inheritance. Why അവൻ you റാഞ്ചൻ പക്ഷിയെ sacrificed? ഇങ്ങനെ ആട്ടിക്കളഞ്ഞെങ്കിലും And though he removed those അവന്റെ vultures, സന്തതി അന്യമല്ലാത്ത ദേശത്ത് 400 വർഷം പാർക്കുകയാണ് yet his posterity were slaves in ആകയാൽ a strange നടുവെ land. പിളർക്കണം, That it should be ഹൃദയം clean. പിളർക്കണം, The heart should be cleft. ഹൃദയത്തിലൊന്നും മറച്ചു വയ്ക്കരുത്. Nothing hidden in the heart. ദൈവസന്നിധിയിൽ താഴേണമേ. You should humble in ഹൃദയം the presence of. തുറങ്ങിയാലേ യഹോവ അടുത്ത് വരികയുള്ളൂ. Only if our hearts are broken, God will come. പ്രസംഗിച്ചതുകൊണ്ട് മാത്രം അടുത്ത് വരികയില്ല. Only not because of our preaching, പെന്തക്കോസ്തലായതുകൊണ്ട് മാത്രം അടുത്ത് വരികയില്ല. not because we are coming a Pentecostal, യൗവനക്കാരാ, നീ വലിയവനായതുകൊണ്ട് ദൈവത്തിനോട് അടുത്ത് വരികയില്ല. because you are a great നീ man, ഒരു പണക്കാരനായതുകൊണ്ട് അടുത്ത് വരികയില്ല. not because you are wealthy. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപം. Only those who have a broken വീണ്ടും heart, പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപം. and those who have a broken heart, വീണ്ടും God. പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപം. Again I say, God is near ഈ unto രാത്രി God. ഹൃദയം നുറുങ്ങേണ്ടതായ This ആവശ്യകതയുണ്ടെങ്കിൽ night ഹൃദയം our നുറുങ്ങട്ടെ. heart should be broken. ദൈവം നമ്മുടെ സമീപസ്ഥനായിരിക്കും. God is near unto us. രണ്ടാമത്തെ കാര്യം എന്താണ്? What is the second thing? മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുക. And he will have those who have a contrite spirit. മനസ്സ് തകർന്നവരെ രക്ഷിക്കുകയാണ്. Those who have a contrite spirit. നാം കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ And when we approach God, കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വരിക, God will come unto us. ദൈവിക ബന്ധം സ്ഥാപിക്കുകയാണ്. And divine relation is established. മുൻപേ ഞാൻ പറഞ്ഞുവല്ലോ, Just
as I said, ഒരു നടുച്ചുവർ പിശാച് കെട്ടിയിരിക്കുന്നു, and middle wall of വിരോധമായ partition, ഒരു കൈയെഴുത്ത് വായിച്ചിരിക്കുന്നു. and handwriting of offenses. എഫേസ്യർ 2:14 നടുച്ചുവർ കാണുന്നു. And Ephesians 2:14 we see that middle wall. കൊലോസ്യർ 2:14 കൈയെഴുത്ത് കാണുന്നു. In Colossians 2:14 we see ഈ the യേശുവിന്റെ handwriting. മരണത്താൽ ഈ നടുച്ചുവർ ഇടിക്കുകയാണ്. And by the death of Jesus we are ഒരിക്കലും putting പണിയാത്തവണ്ണം that middle wall, തകർക്കുകയാണ്. and we are demolishing it. വിരോധവും പ്രതികൂലമായ കൈയെഴുത്ത് യേശു മായ്ക്കുകയാണ്. And God is removing that handwriting of offenses contrary to us. എന്ത് പറയുന്നു? And what does the word of God say? എന്റെ അടുക്കലേക്ക് വരിക, You come to me. എന്റെ അടുക്കലേക്ക് വരിക. You come to me. ആ വഴി ഞാൻ തുറന്നിരിക്കുകയാണ്. I have opened ഒരു the പുതിയ way. വഴി നിങ്ങൾക്കായി തുറന്നിരിക്കുകയാണ്. Behold, a new way open for you. ക്ഷണിക്കുകയാണ്. And Jesus is calling യേശുവിന്റെ you. അടുക്കലേക്ക് വരാം. You come. You can come to യേശുവിന്റെ Jesus. അടുക്കലേക്ക് വരാം. You can come to Jesus. ആണെങ്കിൽ ഹൃദയം നുറുങ്ങുക, Your heart should be broken. മനസ്സ് തകരുക. Your spirit should rend. ദൈവകരങ്ങളിൽ മറ്റുമായി എല്ലാവരെയും സമർപ്പിച്ച You should surrender everyone to the hand of ഒരു God. നിമിഷം ഒന്ന് പരിശോധിച്ചാട്ടെ. And one moment shall we examine ourselves. യേശുവിന്റെ കാൽവരി മരണം എന്ത് ചെയ്യുന്നു? And what did the Calvary death of Jesus ആ do for മരണത്താൽ us? എന്ത് സാധിക്കുന്നു? What is made possible ആ by that രക്തം death? കൊണ്ട് എന്ത് സാധിക്കുന്നു? And what is made possible? ഒരു നിത്യബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ്. And God is taking that eternal relationship നിത്യബന്ധത്തിലേക്ക് നമ്മെ to an കൊണ്ടുവരികയാണ്. eternal ആകയാൽ relationship. നമ്മുടെ പാപങ്ങളെ നമുക്ക് ഏറ്റുപറഞ്ഞു Shall we confess and forsake ഒരു ourselves? തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് ഒഴുകുവാൻ ഇടയായാൽ അയാൾ If at ഭാഗ്യവാനാണ്. least one drop of blood, ഹൃദയം നുറുങ്ങുമ്പോൾ ഹൃദയത്തിന്റെ കാഠിന്യം കുറയും. and if our hearts are broken, the hardness will അനുതാപം break. ഹൃദയത്തിൽ വരുമ്പോൾ If repentance comes, അനുതാപത്തിന്റെ കണ്ണുനീര് കണ്ണിൽ കൂടെ the വരികയാണ്. tears of repentance will flow from our eyes. അനുതാപത്തിന്റെ കണ്ണുനീരിനല്ലാതെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കാഠിന്യത്തെ ഉടയ്ക്കുവാൻ Without these tears of repentance, we cannot break the ഈ heart. രാത്രി നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യം ഉടയട്ടെ. This night, let our broken ഈ hearts be ലോകത്തിൽ broken. നശിച്ചു പോകേണ്ട കാര്യമില്ല. Not we should perish in the world. സോദോം ഗോമോറ പോലെ തീച്ചൂളയിൽ കിടക്കേണ്ട കാര്യമില്ല. Not as in Sodom and Gomorrah തന്റെ in the വചനം furnace. ഭൂമിയിൽ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. God is fulfilling His word. വചനം ഭൂമിയിൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. God is fulfilling His word. ആണെങ്കിൽ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ And if you come to a അവനെ repentance, കൈക്കൊണ്ടവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും and those who have taken Him and believed in His name, ദൈവമക്കളാകുവാൻ അധികാരമുണ്ട്. God has given them the power. ദൈവമക്കളാകുവാൻ അധികാരമുണ്ട്. God has given them the power. ദൈവമക്കളാകുവാൻ അധികാരമുണ്ട്. God has given them the നമ്മുടെ power. പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാം. Confess our sins. പാപഭാരങ്ങളെ കർത്താവ് എടുക്കട്ടെ. God will take the നമുക്ക് burden of sin. ആശ്വാസം നൽകട്ടെ. God will comfort ഹൃദയ us. സമാധാനമായി തീരട്ടെ. And great ഹൃദയ peace. സ്വസ്ഥമായി തീരട്ടെ. Heart will be satisfied. ഭാരങ്ങളും പ്രയാസങ്ങളുമായി ഇവിടെ വന്നുവെങ്കിൽ And with burdens and toils we മടങ്ങി came. പോകുമ്പോൾ ഭാരമില്ലാത്തൊരു വ്യക്തിയായി പോകട്ടെ. If we return without any burden, യേശു നമ്മെ വിളിക്കുന്നു. Jesus is calling യേശു us. നമ്മെ വിളിക്കുന്നു. Jesus is calling us. മകനേ നീ വരിക. My son, you come മകളേ to me. നീ വരിക. Daughter, you come to എന്റെ me. അടുക്കലേക്ക് വരിക. You come to എന്റെ me. വചനം നിന്നിൽ നിവർത്തിക്കട്ടെ. Let my word be fulfilled എന്റെ in വചനം നിന്നിൽ you. നിവർത്തിക്കട്ടെ. Let my word be fulfilled in you. വചനത്തിന് പൂർണ്ണമായി വിധേയപ്പെടണം. We are subjecting to ആ the word. വചനത്തിന് പൂർണ്ണമായി വിധേയപ്പെടുമ്പോൾ As we subject to the word, ഒരു ദൈവവൈതലായി we തീരുകയാണ്. will be a child of ആകയാൽ God. കണ്ണുനീരാണ് ദൈവത്തെ നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. Tears relate God and നമ്മുടെ man. കർത്താവിന്റെ കയ്യിൽ ഒരു തുരുത്തിയുണ്ട്. And there is a bottle in the hand of God. സങ്കീർത്തനക്കാരൻ എന്ത് പറയുന്നു? What does the psalmist say? എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലില്ലയോ? All my tears are in your bottle. ദൈവമായി ബന്ധമുള്ളവർ എന്താണ് പറയുന്നത്? And the people having a divine അയ്യോ relation, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലില്ലയോ? all my tears are in your bottle. പ്രിയ സഹോദരങ്ങളെ, Beloved brothers, ദൈവത്തിന്റെ പക്കൽ ഒരു തുരുത്തിയുണ്ട്. there is a bottle in ആ God's hand. തുരുത്തിയിൽ നിങ്ങളുടെ ഒരു തുള്ളി കണ്ണുനീര് നിങ്ങൾ വീഴ്ത്തിയിട്ടുണ്ടോ? And has you shed at least one drop of ഒരു your തുള്ളി tear? കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ടോ? At least one drop. പ്രിയ സഹോദരന്മാരെ, Beloved brothers, നിങ്ങളുടെ ഒരു തുള്ളി കണ്ണുനീര് at least one drop of your blood have you shed? സഹോദരിമാരെ, Dear sisters, നിങ്ങളുടെ കണ്ണുനീർ ദൈവത്തിന്റെ തുരുത്തിയിലുണ്ടോ? are your tears in the ആ God's തുരുത്തി bottle? കണ്ണുനീർ മാത്രം ശേഖരിക്കുന്ന ഒരു And തുരുത്തിയാണ്. it is a bottle only the tears are. അനുതാപ കണ്ണുനീർ വരുമ്പോൾ ചിലപ്പോൾ കർച്ചീഫ് കൊണ്ട് കണ്ണുനീർ തുടച്ചേക്കാം. And we have tears of repentance, we might take our അത് വെള്ളം handkerchief. മാത്രമാണ്. അതിന്റെ സത്ത് ദൈവം എടുത്ത് ആ തുരുത്തിയിൽ വയ്ക്കുകയാണ്. And it is only the water, but the essence God will take. എത്ര പേർ ഈ കാര്യങ്ങൾ വിശ്വസിക്കുന്നു? How many of you believe? അവൻ നമ്മുടെ കണ്ണുനീരിനെ ഒരു നാളും മറികടക്കുന്നു. He will not cross our അവൻ tears. നമ്മുടെ കണ്ണുനീർ കണ്ട് മാറിപ്പോകുന്നവനല്ല. He will not go away from our കൃത്യമായി tears. നമ്മൾ വിശ്വസിക്കണം. We should believe. ആകയാൽ നമ്മുടെ പേര്
ജീവപുസ്തകത്തിൽ എഴുതട്ടെ. Our names, let it be written in the book of അവിടെ life. പേര് എഴുതുന്നില്ല എങ്കിൽ If our names are not written, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും and all whose names are not written, he will be cast in അങ്ങനെ the ആർക്കും fire. സംഭവിക്കാതിരിക്കട്ടെ. Let it not happen in your life. യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടാം. And filled with the love of Jesus. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും. Those who love me, he will hearken അങ്ങനെ me. ആ ഒരു ബന്ധത്തിലേക്ക് വരുന്നില്ലെങ്കിൽ If you do not come to that relation, വലിയ പ്രയാസമാണ്. a great trouble. യെശയ്യാവ് 1:2 വായിക്കുമ്പോൾ In Isaiah 1:2, ഒന്നാം ഇസ്രായേലിനെ പറ്റി പറയുകയാണ്. concerning the first ആകാശമേ Israel, കേൾക്കാം, O Israel, ഭൂമിയെ ചെവിതരിക, O earth, hearken. ഞാൻ മക്കളെ പോറ്റി വളർത്തി, I reared up children, അവരോ എന്നോട് but മത്സരിച്ചിരിക്കുന്നു, they have rebelled against me. എന്നെ വിട്ട് പുറകോട്ട് മാറിയിരിക്കുന്നു, They have backslidden from me. ഞാനുമായുള്ള ബന്ധം അവരെ അറുത്തിരിക്കുന്നു, They have broken the അവർ relation. ഞാനുമായിട്ടൊരു ബന്ധമില്ല. They have no relation. അയ്യോ പാപമുള്ള ജാതി, A war, a sinful generation, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, and the children of, വഷളായി നടക്കുന്ന മക്കൾ, and is seed of evil അവർ doers. പരിശുദ്ധനെ ഉപേക്ഷിച്ചു, They have provoked the Holy One. പുറകോട്ട് They മാറിയിരിക്കുകയാണ്. have gone away ദൈവം backward. എന്താണ് നോക്കുന്നത്? And what was God looking? ദൈവമായുള്ള ബന്ധം സൂക്ഷിക്കുന്നു Have എന്നുള്ളതാണ്. we the relation with God? ആയുസ്സിന്റെ നാളുകൾ പാഴായി പോകരുത്. And our lives should not be നമ്മെ lost. രക്ഷിപ്പാൻ ലോകത്തിൽ ആരെക്കൊണ്ടും കഴിയുകയില്ലേ? No one can rule you. ദൈവം ആരംഭിക്കുന്ന പ്രവൃത്തിക്കല്ലാതെ നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ Only the കഴിയുകയില്ല. work of God can lead us unto ആകയാൽ നമ്മൾ salvation. എന്താണ് ചെയ്യേണ്ടത്? What shall we do? ദൈവമായുള്ള ഐക്യത്തെ സൂക്ഷിക്കണം. Should have this relation, unity ദൈവമായുള്ള with ബന്ധത്തിൽ God, വരണം. the bond with God. നമ്മുടെ പേര് ഈ പുസ്തകത്തിൽ ഉണ്ടായിരിക്കണം. Our names in the book ഈ of പുസ്തകത്തിൽ life. പേരെഴുതി കാണാത്ത ഏവനെയും And all whose names തീപ്പൊയ്യിലേക്ക് will be തള്ളിയിടുമെന്നുള്ളതാണ്. cast into the lake of fire. ആകയാൽ ആർക്കും അങ്ങനെ Let it സംഭവിക്കാതിരിക്കട്ടെ. not happen to any one of us. അങ്ങനെ ആ ഒരു ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ And if we have this relation, പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? then what will happen? ആ ശബ്ദം കേട്ട് മുൻപോട്ട് പോവുകയാണ്. And we hear the word and യോഹന്നാൻ go. 10:4 വായിക്കുമ്പോൾ John 10:4. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുകയാണ്. My sheep hear my voice. ദൈവ ശബ്ദം കേൾക്കുന്നവരെ പറ്റി എന്ത് പറയുന്നു? And concerning the people who hear the ദൈവത്തിന്റെ voice of ആടുകൾ God, എന്ന് പറയുകയാണ്. the sheep of God. ദൈവികമായ ബന്ധത്തെ ദൈവം തന്നെ പറയുകയാണ്. And concerning the relation, God himself is saying, ഇവരെന്റെ ആടുകളാണ്, they are my sheep. ഇവരെന്റെ ആടുകളാണ്, They are my sheep. എന്റെ ആടുകൾ എന്റെ പിന്നാലെ വരികയാണ്. My sheep follow me. അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ? Will we be able to നമ്മെ പറ്റി say? യേശു അങ്ങനെ പറയുമോ? Will Jesus say ഇത് so? എന്റെ ആടെന്ന് പറയുമോ? Will he say, he is ഈ my ആടിന്റെ sheep? പിന്നാലെ വരുന്നുവെന്ന് പറയുമോ? This sheep is following me. ദൈവത്തിൽ പൂർണ്ണമായി നമ്മൾ ആശ്രയിക്കണം. We will trust ഈ fully in God. സുവിശേഷത്തിനല്ലാതെ Only this gospel. ഒന്നിനാലും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ Nothing കഴിയില്ല. else can transform ഭാവിയെ man രക്ഷിപ്പാൻ കഴിയുകയില്ല. to save the sinner. സുവിശേഷമാണ് മനുഷ്യനെ Only the അജഗജാന്തരം gospel ആ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നത്. can lead man to transformation. ലോകത്തെ ആകമാനം സുവിശേഷം രൂപാന്തരപ്പെടുത്തി And the gospel is transforming the world. 198 രാഷ്ട്രങ്ങളിൽ 198 nations. 158ഓളം രാഷ്ട്രങ്ങളിൽ In 158 ഈ nations. സുവിശേഷം വ്യാപരിച്ചിരിക്കുകയാണ്. This God, it has been ലോക evangelized. ജനസംഖ്യയിൽ ഏതാണ്ട് 33% About ഈ 33% വിശ്വാസികളാണ്. 33% of the ഈ population, ദൈവിക വിശ്വാസം ജീവിക്കുകയാണ്. they are living a life believing സുവിശേഷപ്രകാരം God. ജീവിക്കുകയാണ്. They are living with life with ദൈവം God. ആരംഭിച്ച പ്രവൃത്തിയുടെ നിവൃത്തിയിലേക്ക് അവർ നീങ്ങുകയാണ്. And they are coming to that fulfillment of the work of God. നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. God has started a good work in ക്ഷണത്തിൽ you. തീർക്കുമെന്ന് വിളിച്ചു He will പറയുന്നു. fulfill it in a moment. ക്ഷണത്തിൽ തീർക്കുമെന്ന് വിളിച്ചു He will പറയുന്നു. finish it in a moment. നമുക്ക് ദൈവവചനം കേൾക്കാം. And shall we hear the word of God? ദൈവവചനം കേൾക്കാം. Shall we hear the word of God? ദൈവവചനം കേൾക്കാം. Shall we hear the word ഈ of God? തീരുമാനത്തിലും ദൈവമക്കള് And those who have come to this decision, ഇങ്ങനെയാണ് പറഞ്ഞത്. and what have they said? Speak, O Master, speak to me. Speak, my soul does for thee. Lord, I want to be in the rapture when the saints are gathered near. Hallelujah. അല്ലയോ മാസ്റ്ററിനോട് സംസാരിക്കണമേ. Oh Master, you should speak to മാസ്റ്ററിനോട് me. സംസാരിക്കണമേ. The Master should speak to അങ്ങയുടെ us. ശബ്ദം കേൾപ്പാൻ ഞാൻ വാഞ്ചിക്കുകയാണ്. I desire to hear your വിശുദ്ധന്മാരുടെ word. ഉത്പ്രാവണത്തിൽ And in the rapture, അങ്ങയോട് ചേരുവാൻ ഞാൻ വാഞ്ചിക്കുന്നു. I want to be gathered to you. ആകയാൽ ആ പ്രവൃത്തിയെ തികയ്ക്കണമേ. Let him fulfill that ആ word. ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് God is fulfilling his word. അതിനെ ക്ഷണത്തിൽ തീർക്കുമെന്ന് വിളിച്ചു He will പറയുകയാണ്. finish it in a moment. ഈ സുവിശേഷമാണ് സന്തോഷത്തിലേക്ക് നമ്മെ And this നയിക്കുന്നത്. gospel will lead us to happiness. സർവ്വജനത്തിനുണ്ടാവാൻ
അറിയുവാനുള്ള മഹാസന്തോഷം And because a great ഞാൻ rejoicing to നിങ്ങളോട് all men. സുവിശേഷിക്കുന്നു. Behold, I am നമുക്ക് ഈ publicly, സുവിശേഷം അംഗീകരിക്കാം. and shall we accept this പാപത്തിൽ നിന്ന് gospel, വിടുവിക്കപ്പെടാം. delivered from sin. ആരുടെയെങ്കിലും പേര് പുസ്തകത്തിൽ എഴുതാനുണ്ടെങ്കിൽ And if we have our names written in the book, ആ പേര് പുസ്തകത്തിൽ എഴുതിട്ട് and let our names be ഒരു written in the book, ദൈവപൈതലായി തീരട്ടെ. shall we be a child of God, തീച്ചുളയിൽ വീഴാതിരിക്കട്ടെ. not fall in the furnace of സൊദോം fire, ഗൊമോറയായി തീരാതിരിക്കട്ടെ. not be made a Sodom and a Gomorrah. ദൈവം ആരംഭിച്ച പ്രവൃത്തിയെ തികയ്ക്കുമ്പോൾ And when God will fulfill നാം His ദൈവ work, സന്നിധിയിലായിരിക്കും. we will be in the presence of God. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. My sheep hear my voice, ആ ആടുകൾ എന്നെ അറിയുന്നു. and they know me, ആ ആടുകൾ എന്നെ അനുഗമിക്കുന്നു. and they follow me, ഞാൻ അവയെയും അറിയുന്നുവെന്ന് and I know them. യേശു പറയുകയാണ്. Jesus is ഈ saying, ലോകത്തിൽ ഒരു നിത്യബന്ധം, an eternal relation in this world. പാപത്തിന്റേതായ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. And I do not need the things of sin, മോശമായതൊന്നും വേണ്ട. not anything rotten. യൗവന ലോകമേ മോശമായത് വേണ്ട. Oh young generation, nothing of this ലോക world, സ്നേഹം വേണ്ട. not the love of the world, സിനിമാ ലോകം വേണ്ട. not the cine world, മദ്യപാനം വേണ്ട. not drunkenness, യാന്ത്രികമായതൊന്നും വേണ്ട. nothing modern. യേശുവിന്റെ സ്നേഹത്തിനായ ഹൃദയം തുറന്നു കൊടുക്കുക. Shall we open our hearts to the love of യേശുവിന്റെ Jesus? സ്നേഹത്തിനായ ഹൃദയം തുറന്നു കൊടുക്കുക. Shall we open our hearts to the love of Jesus? പുസ്തകത്തിൽ എഴുതട്ടെ. And as we rise up in the presence of God, എന്റെ ആടുകളാണ്. they are my sheep. യോഹന്നാൻ 10:26 വായിക്കുമ്പോൾ In John 10:26, അവിടെ വേറൊരു കൂട്ടം ആടുകളെ കാണുന്നു. another group of people. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായാൽ എന്നെ വിശ്വസിക്കുന്നില്ല. Because you are not my sheep, you believe ഇത് me not. വിശ്വസിക്കാത്തവർ ഞാനുമായി ബന്ധമില്ല. And as you believe, I have no relation with ഞാനുമായി me. ബന്ധമില്ലാത്തവർക്ക് എന്റെ ഉദ്ദേശം അറിയാൻ സാധിക്കില്ല. And if you have no relation with me, you എന്റെ cannot പ്രവൃത്തി understand അവരിൽ my ആരംഭിക്കാൻ purpose. കഴിയുകയില്ല. I cannot start my work in ആ them. പ്രവൃത്തി തികപ്പാനും കഴിയുകയില്ല. Neither can I fulfill that work. അവന് വീണ്ടും വരവിൽ അവർ എടുത്തുകൊള്ളപ്പെടുകയില്ല. They will not be caught up at the second അവർ coming. കൈവിടപ്പെട്ടു പോകും. They will be left. ഒരു അധികാരിയായി തീരുവാൻ കഴിയുകയില്ല. They cannot be a ഒരു ruler. ഭരണകർത്താവായി വാഴുവാൻ കഴിയുകയില്ല. They cannot have a dominion. സർവ്വത്തെയായി വാഴുവാൻ കഴിയുകയില്ല. They cannot rule over everything. ആകയാൽ ഈ ലോക ജീവിതത്തിൽ യേശുവിന്റെ ആടുകളായിരിക്കും. Therefore we should be the sheep of ഈ God. ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. My sheep hear my അവർ voice. മാനസാന്തരത്തിലേക്ക് വരികയാണ്. And they are coming to വീണ്ടും repentance. യേശു എന്താണ് പറയുന്നത്? Once again, what does Jesus ഈ do? ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ, Coming to this goal, ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ coming to the kingdom of God, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. and born of water and ജലസ്നാനം spirit. സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. You should be baptized in water ജലസ്നാനം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. and having immersion baptism. ജലസ്നാനം സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ Those who do not receive this പിതാവിന്റെയും baptism പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ in the name of the Father, Son, and Holy Spirit, അപ്പോസ്തലന്മാരാൽ സ്നാനമെടുക്കണം. by the apostles, ഇന്ന് എല്ലാവരും അങ്ങ് ഓരോരുത്തരെയും അങ്ങ് മുക്കുകയാണ്. and they are baptizing so many. അതൊന്നും സ്നാനമല്ല. It's not baptism. ഒരു കുളത്തിലിറങ്ങി ഭാര്യ ഭർത്താവിനെ മുക്കിയാൽ അത് സ്നാനമല്ല. And immersing in a pool and baptizing. അപ്പോസ്തലന്മാർക്കാണ് സ്നാനത്തിന്റെ ആധികാരികത ദൈവം Only നൽകിയത്. the apostles are authorized to baptize. അപ്പോസ്തലന്മാരാൽ നമ്മൾ സ്നാനമെടുക്കേണ്ടത് ആവശ്യമാണ്. And only we should have baptism അതാണ് സാക്ഷാൽ administered by സ്നാനം എന്ന് പറയുന്നത്. the literal true baptism, പരിശുദ്ധാത്മാവിനെയും പ്രാപിക്കണം. and receive the Holy Spirit. അങ്ങനെ ഒരു ബന്ധത്തിൽ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. It is essential we have a relation. ആ ബന്ധം ഒരു നിത്യബന്ധമാണ്. It is an eternal relation. ആ ബന്ധം ഒരു നിത്യബന്ധമാണ്. It is an eternal relation. ആ ബന്ധത്തിൽ ജീവിക്കുമ്പോൾ ജീവിതം ഭദ്രമാണ്. Then our life is secure. യേശു നാമമായ ഒരു ബന്ധം. We have a relation with God നമ്മുടെ and us. പാപങ്ങളെല്ലാം കഴുകിക്കളയുകയാണ്. And He has washed our പാപം sins. മാത്രമല്ല നമ്മുടെ രോഗത്തെയും യേശു And അകറ്റുകയാണ്. even healed our sicknesses. അവൻ നിന്റെ പ്രാണനെ വീണ്ടെടുക്കുകയാണ്. Redeemed our life from death. അകൃത്യമൊക്കെയും മോചിക്കുന്നു. Forgiven all your iniquity. രോഗങ്ങളെയും സൗഖ്യമാക്കും. Healed all your sicknesses. നമ്മുടെ ഫെയ്ത്തോട് ചേർന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. There is a hospital adjacent to our faith home. ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത് കേവലം താത്വികമായി മാത്രം പറയുകയല്ല. It is not just philosophy that we ഞങ്ങൾ preach. പ്രാക്ടിക്കൽ മേഖലയിൽ ഞങ്ങളുടെ കാലുകളെ ചവിട്ടുന്നുകൊണ്ട് പറയുകയാണ്. And we have established our feet on the practical aspect also. ഞാൻ ഇന്നൊക്കെ 7 വർഷം മുൻപ് ഈ വിശ്വാസപ്പെട്ട് താമസിച്ചതാണ്. Some 7 years back I resided in this faith home, ഷിഫ ഹോസ്പിറ്റലിനോട് ചേർന്ന് adjacent to the Shifa hospital. എനിക്ക് ഹെർപ്പസിന്റെ ഒരു അസുഖം ഉണ്ടായി. I have had with particular ഞാൻ disease. വല്ലാതെ വിഷമിച്ചു. I suffered. 1 മാസം ഞാൻ പാടുപെട്ടു. 1 month I suffered. ഒരു വശം ചെരിഞ്ഞാണ് 1 മാസത്തോളം കിടന്നത്. I could only lie on one side. ബാത്റൂമിലൊക്കെ പോകാൻ ഒരു കാലിൽ ഒന്തി ഭിത്തിയിൽ പിടിച്ച് പോവുകയാണ്. Even to comfort myself it was difficult for 14 me. ദിവസം ഉറങ്ങിയില്ല. 14 days I did not sleep. 14ാം ദിവസം പറഞ്ഞു, എന്റെ കർത്താവേ എനിക്കൊന്ന് ഉറങ്ങണമേ
14th day I cried, "Oh Lord, I have to sleep." ഒരു ശബ്ദം കേട്ടു. I heard a voice. ഉറക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. He should not be slept. ഞാൻ ആ ശബ്ദം തള്ളിക്കളഞ്ഞു. I rejected it. യേശുവിൽ ആശ്രയിച്ചു. I trusted in Jesus. ചേർന്ന് ആശുപത്രി ഉണ്ടെങ്കിലും Even there is a hospital adjacent, വാസ്തവമായി രോഗശാന്തിയിൽ വിശ്വസിച്ചു. I believed in divine healing. യേശു എനിക്ക് പൂർണ്ണമായ സൗഖ്യം നൽകി. My Jesus healed me. പലപ്പോഴും എന്നെ എന്റെ യേശു വിടുവിക്കുകയുണ്ടായി. And Jesus delivered me. ടൈഫോയിഡ് രോഗത്താൽ ഞാൻ മരിച്ചുവെന്ന് പലയിടങ്ങളിൽ വിളിച്ചു പറഞ്ഞത്. And they had proclaimed I had died because of നമ്മുടെ typhoid. യേശു നമ്മുടെ സൗഖ്യദാതാവ്. Our Jesus is our healer. പാപശാന്തി ദൈവം നമുക്ക് തരും. God has given us salvation from രോഗശാന്തി sin. തന്റെ മക്കളുടെ അപ്പമാണ്. And it is our divine healing is our മരുന്നിന് bread. ശക്തിയില്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. And not that it is without power. മരുന്നിന് അല്പമായ ശക്തിയുണ്ട്. Medicine has certain power. അതവന്റെ ശരീരത്തെ അല്പമായ അളവിൽ സഹായിക്കും. It will help to a certain എന്നാൽ limit, നിത്യമായി സഹായിപ്പാൻ മരുന്നിന് കഴിയുകയില്ല. but not forever. നിത്യരക്ഷയുടെ ഉടമസ്ഥൻ യേശുവാണ്. Jesus is the owner of എത്ര eternal പേർ salvation. രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു? How many of you believe in divine കർത്താവായ healing? യേശു പ്രവർത്തന മേഖലയിലേക്ക് വരുമ്പോൾ In the working aspect of Jesus. മത്തായി 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ In Matthew chapter 4, അവൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും he was preaching the gospel of the kingdom. രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. And those who wanted to be healed, he ഇവിടെ healed ഇരിക്കുന്ന them. എത്ര പേർ രോഗികളായിരിക്കുന്നു? How many of you are sick? രോഗശാന്തിക്ക് വേണ്ടി എത്ര പേർ താല്പര്യപ്പെടുന്നു? How many of you want divine healing? അവിടെ ഇരിക്കുന്നവർ മുഴങ്കാലിൽ ഇരിക്കാമോ? And shall we bow our യേശു knees? വിടുവിക്കുന്നവനായ യേശുവാണ്. Jesus is our deliverer. പ്രസംഗിക്കുക മാത്രമല്ല, Not only we preach the gospel, യേശു രോഗശാന്തിയും കൊടുക്കുകയാണ്. God is giving us യേശു healing. പാപശാന്തിയും കൊടുക്കുകയാണ്. Jesus is saving our യേശു soul. രോഗങ്ങളെ സൗഖ്യമാക്കും. Jesus heals us. നമ്മുടെ കണ്ണുനീര് യേശു കാണുകയാണ്. Jesus sees our tears. കണ്ണുനീര് യേശുവിന്റെ തിരുത്തിയിൽ ആക്കി വയ്ക്കുക. Our tears are in the bottle of Jesus. നമ്മുടെ കണ്ണുനീർ കണ്ടവൻ മറികടന്നു പോകും. And he will not cross our നമ്മുടെ tears. നിലവിളി കേട്ട് മാറിപ്പോകയില്ല. And he will hear our ചിലപ്പോൾ prayer. അപ്പനും അമ്മയും മാറിപ്പോയേക്കാം. Our father and mother ചിലപ്പോൾ might depart. പെറ്റതള്ള മറന്നുപോയേക്കാം. Our mother might depart. ചിലപ്പോൾ മക്കൾ മറന്നുപോയേക്കാം. Our children might ഇല്ല, depart. യേശു നമ്മെ മറക്കയില്ല. Jesus will never ഒരു depart. നാളും നമ്മെ മറക്കയില്ല. And never will he ഒരു forsake. നാളും നമ്മെ മറക്കയില്ല. Never will he forget. ദൈവരാജ്യത്തിന്റെ സുവിശേഷം മാത്രമല്ല, The gospel of the kingdom. രോഗശാന്തിയും ദൈവം നൽകുകയാണ്. He has given us healing. സൗഖ്യദായകനായ യേശു ഈ രാത്രി നമ്മുടെ മധ്യേ Jesus, our healer, is in our എനിക്ക് midst. സൗഖ്യം തരണമേ എന്ന് അപേക്ഷിക്കുന്നു. Shall we cry, give അവൻ me നമ്മുടെ healing? അപേക്ഷ കേൾക്കും പ്രിയമുള്ളവരെ. And he will hear our പൂർണ്ണമായ prayer. സൗഖ്യം ദൈവം നമുക്ക് He will തരും. give us perfect എന്നെ healing. സൗഖ്യമാക്കിയവനെന്ന് ജീവിക്കുന്നു. My healer, he അവൻ liveth നിങ്ങളെയും even സൗഖ്യമാക്കും. today. He will heal even you. ആകയാൽ ദൈവം നമുക്ക് തരുന്ന സമാധാനം And the peace he has given us, ഒരു നിത്യ സമാധാനമാണ്. it is an eternal ഒരു peace. നിത്യബന്ധമാണ്. It is an eternal ഈ relation. സുവിശേഷം അനുസരിച്ചുകൊണ്ട് And obeying this യേശുവിനെ gospel, ആശ്രയിച്ച് നാം ജീവിക്കുമ്പോൾ trusting in Jesus, നമ്മുടെ ജീവിതത്തിന് വലിയ രൂപാന്തരം a ഉണ്ടാകുക. great transformation in our life. കാഴ്ചയുള്ള ശരീരം This vile nature, ദൈവത്തിന്റെ വചനത്താലും by the word of God പരിശുദ്ധാത്മാവിനാലും and by the Holy Spirit, മഹത്വമുള്ള ശരീരമായി it will മാറ്റപ്പെടുകയാണ്. be transformed into a ഈ glorious body. ശരീരം അങ്ങനെ മാറ്റപ്പെടുകയാണ്. And this body will be അത് transformed. ഫിലിപ്പിയർ 3:21 In Philippians 3:21, 1 Corinthians 15:87 വായിക്കുമ്പോൾ 1 Corinthians 15, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. and thanks be to God who giveth ജയം us the നൽകുന്ന victory. ദൈവത്തിന് സ്തോത്രം. Thanks be to God who giveth us the victory. ഭൂമിയിൽ തന്റെ വചനം നിവർത്തിക്കുന്ന എന്തിനു God വേണ്ടിയാണ്? is fulfilling His word നമ്മെ ജയാളികളാക്കുവാൻ, to make us നമ്മെ overcomers മഹത്വത്തിലേക്ക് ഉയർത്തുവാൻ, and to transform us to glory, ഈ പാപത്തിന്റെ മൂടുപടം മാറ്റിയിട്ട് and removing the veil of നമ്മെ sin, തേജസ്സിനാൽ നിറയ്ക്കുവാൻ and He will fill us with His ഒരു glory, തേജസ്സിന്റെ സുവിശേഷവും and a glorious ഒരു gospel, തേജസ്സിന്റെ ശുശ്രൂഷയും and a glorious ministry. ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. God has ആ entrusted us. ശുശ്രൂഷയാൽ എന്ത് ചെയ്യുന്നു? By this ministry, what we ജീവിത do, രൂപാന്തരം പ്രാപിക്കുകയാണ്. we will be transformed in our ദൈവം life. ആരംഭിച്ച പ്രവൃത്തിയെ പറ്റി And fulfilling the work He has യോഹന്നാൻ started, ഇങ്ങനെയാണ് പറയുന്നത്. John says, 1 യോഹന്നാൻ 3:1 വായിക്കുമ്പോൾ, in 1 John 1:3, ആൺമീൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ behold what manner of ഇത്ര love വലിയ സ്നേഹം, He has shed upon us. ഇത്ര വലിയ സ്നേഹം, He has shed upon us. ഇത്ര വലിയ സ്നേഹം Oh, what manner of പിതാവ് love നമുക്ക് നൽകിയിരിക്കുന്നു. He has given us. ആ വലിയ സ്നേഹത്താൽ That great love. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. We are the sons of God. ഇപ്പോൾ ദൈവമക്കളാകുന്നു. Behold, we are now ഇനി the നമ്മൾ sons of ആരായി God. തീരുകയാണ്? And now what will we be? അവൻ വരുമ്പോൾ When അവനോട് he comes, സദൃശനായി തീരും. We will be like unto Him. അവൻ ജയിച്ചതുപോലെ നാമും ജയാളിയായി Like തീരും. He overcame, we will be അവൻ overcomers. മഹത്വത്തിലെടുക്കപ്പെട്ടതുപോലെ നാമും മഹത്വത്തിലെടുക്കപ്പെടും. And as He was caught up in glory, we will be അവൻ caught up in glory. തേജസ്സിലെടുക്കപ്പെട്ടതുപോലെ നാമും തേജസ്സിലെടുക്കപ്പെടും. As He was caught up into glory, He will be caught up. ഉദ്ദേശം വളരെ വലുതാണ്. And it is a great thing. അവൻ വരുമ്പോൾ
അവനോട് സദൃശരായി When തീരുകയാണ്. he comes, we will be like അങ്ങനെ him. സദൃശരായി തീരുന്നവർ And as we are like ഈ him, നിത്യ സ്നേഹത്താൽ by this eternal love, ജീവനിലേക്ക് മാറുകയാണ്. we will be transformed to life. നിത്യരക്ഷയിലേക്ക് We പോകുകയാണ്. will be transformed to eternal എബ്രായലേഖനം salvation. 5:8 വായിക്കുമ്പോൾ In Hebrews 5:8, തന്നെ അനുസരിക്കുന്ന ഏവർക്കും those who obey him. നിത്യരക്ഷയുടെ കാരണഭൂതനായി തീരുകയാണ്. And he was the author of eternal 2 salvation. തെസ്സലോനിക്കർ 1:9 വായിക്കുമ്പോൾ 2 Thessalonians ആ 1:9, നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടുകയാണ്. and all his saints will അവർ be അതിശയ glorified. വിഷയമായി തീരുകയാണ്. And they will be അന്ത്യ transformed. കാഹളം നാദത്തിങ്കിൽ And the last trump, അതിശയ വിഷയമായി they will be an object അവർ of, പ്രാക്കൾ സമാനം they will be as doves. ആഴവിലേക്ക് പറന്നുയരുകയാണ്. They will be risen up. ആ നാളിൽ അതിശയ വിഷയമായി തീരും. And it will be a something ദൈവം ആരംഭിച്ച mystery. പ്രവൃത്തി And the work God has started, വചനത്തിന്റെ നിവൃത്തി the fulfillment of the word, സമാപ്തിയിലേക്ക് വരുമ്പോൾ and coming to the end, മക്കളെ പോലെ we പറക്കുകയാണ്. will fly as doves. കാഹളനാദത്തിങ്കിൽ At the last trump, അതിശയ വിഷയമായി തീരുകയാണ്. and we will be an object of mystery. മണവാട്ടി The bride of Christ അതിലേക്ക് എടുത്തുകൊണ്ട് will be വരികയാണ്. taken up to that blessed privilege. അങ്ങനെ നിത്യരക്ഷയിലേക്ക് And പ്രവേശിക്കുമ്പോൾ we are entering eternal salvation. അവർ ദൈവത്തെ അറിയുന്നവരും And they will know സുവിശേഷം അനുസരിക്കുന്നവരുമാണ്. And obey the salvation. ദൈവത്തെ അറിയാത്തവരും സുവിശേഷം അനുസരിക്കാത്തവരും And those who do not obey God and do not know God, നാശം എന്ന ശിക്ഷാവിധി eternal നടത്തപ്പെടുമെന്ന് damnation. 2 തെസ്സലോനിക്കർ 1:10 വായിക്കുന്നു. In 2 Thessalonians 1:10 ഇതാ it is 2 mentioned. തീരം നമ്മെ കാത്തു നിൽക്കുന്നു. And 2 shores are awaiting ഒന്ന് us. നിത്യ രക്ഷയുടെ തീരം, The shore of eternal മറ്റൊന്ന് salvation. നിത്യനാശത്തിന്റെ തീരം. The shore of eternal damnation. വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. I am cutting short my words. ഈ പ്രവൃത്തിയെ തികച്ചു കഴിയുമ്പോൾ, And fulfilling his work. ഈ പ്രവൃത്തിയെ തികച്ചു കഴിയുമ്പോൾ Fulfilling his work. ഏതിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതായ മാനവജാതി The human race who lost the paradise of Eden, അന്ത്യ കാഹളനാദത്തിങ്കിൽ at the last trump, സ്വർഗീയ പ്രതീക്ഷയിലേക്ക് they will പ്രവേശിക്കും. be taken to heavenly paradise. യഹോവ സിയോനെ പണിയുന്നു. God will build Zion. യഹോവ യെരൂശലേമിനെ പണിയുന്നു. God is building Jerusalem. ആ നിത്യ സൗഭാഗ്യത്തിൽ To that blessed privilege, നിശ്ചയമായി പ്രിയനോടുകൂടെ ഇരിക്കുവാൻ definitely we will be with the ആ beloved. നിത്യരക്ഷയിലെ തീരത്തേക്ക് നിങ്ങൾ യാത്ര തുടരുന്നു. And as you are journeying to that അതോ eternal salvation, നിത്യനാശത്തിലേക്ക് യാത്ര or are തുടരുന്നു. you journeying to eternal damnation? ആദ്യം വായിച്ച വേദഭാഗം എന്താണ്? And what is the word we read? ആ ഭൂമിയിൽ വചനം നിവർത്തിച്ച്, God is fulfilling the word. ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരിലാണ്, And in man. അവനിലാണ് നിവൃത്തിയുടെ ആവശ്യകതയുള്ളത്. And it should be in us. ആ വചനം നിവർത്തിച്ച് The word is being fulfilled. ഭാവിയായവനെ ദൈവവൈതലാക്കി മാറ്റി, And the sinner is being അവനെ transformed. തേജസ്സിനാൽ നിറച്ച്, And filled with അവനെ the ഒരു glory. മണവാട്ടിയാക്കി, Make him a അവനെ bride. മഹത്വപൂർണനാക്കി മാറ്റിയിട്ട്, And full of glory. അവനെ അനുരൂപനാക്കി മാറ്റിയിട്ട് Transformed like unto him. ഇതിലേക്ക് ചേർക്കുവാൻ And സമയം. he will be gathered ഞാൻ unto നിങ്ങൾക്ക് him. സ്ഥലമൊരുക്കുവാൻ പോകുന്നു. Behold, I go to ഞാൻ prepare പോയി a place for സ്ഥലമൊരുക്കിയാൽ you. വീണ്ടും വന്ന് If I prepare a place for you, നിങ്ങളെ എന്റെ അടുക്കൽ I ചേർക്കും. will come and gather you unto myself. ഞാനും നിങ്ങൾ ഒന്നായിരിക്കും. And I and you will be ഞാൻ one. നിങ്ങളോട് കൂടെ ഇരിക്കും, I will be with you. നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കും. You will be with ഈ me. വചനത്തിന്റെ നിവൃത്തി എന്താണ്? And what is the fulfillment of the നമ്മെ word? നമ്മുടെ കർത്താവിന്റെ അടുക്കലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. And reaching us to our ഇപ്പോൾ Lord. വിശ്വാസ കണ്ണുകളാൽ കാണുന്ന പ്രിയനെ But now with eyes of അന്ന് faith. മുഖാമുഖമായി കാണുക എന്നുള്ളതാണ്. And now then with faith. കണ്ണുകളെ അടച്ചാട്ടെ, Shall we close our eyes? ഒരു നിമിഷം ചിന്തിച്ചാട്ടെ. And shall we think for a moment? എന്റെ അരുമനാഥ, My beloved, എന്റെ ആത്മനാഥ, my Savior of my എന്റെ soul, ജീവനെ വീണ്ടെടുത്തവനെ, one who redeemed me, അവിടുത്തെ വീണ്ടും വരവിൽ at your coming, ആ നിത്യരക്ഷയുടെ തീരത്ത് at the shore of eternal salvation, അങ്ങയോട് കൂടെ, to be with you, അങ്ങയോട് കൂടെ, be with you, ആ മണവാട്ടി വൃന്ദത്തിൽ, and in that group of the ആ bride, ദയാളികളുടെ കൂട്ടത്തിൽ in that group of the overcomers, ഞാനും കാണുമോ? and will I be there? ഞാനും കാണുമോ? Will I be there? എല്ലാ നാവും തുറക്കട്ടെ, And all your lips എല്ലാ നാവും open, തുറക്കട്ടെ. and let every lip confess. വാക്കുകളെ ഞങ്ങൾ ചുരുക്കുന്നു, And I cut short my words. എല്ലാ നാവും തുറക്കട്ടെ. Every tongue let it open. അരുമനാഥോ, My ആ beloved, ശുഭദിനത്തിൽ ഞാനും ആ And സ്വർഗ്ഗസീയോനിൽ in കാണുമോ? that blessed day I also will be in that ഞാനും shore. ആ പുതിയ യെരൂശലേമിൽ കാണുമോ? Will I be in Jerusalem? ഞാനും അങ്ങയോടുകൂടെ കാണുമോ? Will I also be with കാഹളം you? ധനിപ്പാൻ സമയമായി, That the trumpet will മരിച്ചവർ sound, ഉയർക്കുവാൻ സമയമായി, and those who are dead in Christ will rise, ഇവർ രൂപാന്തരപ്പെടുവാൻ സമയമായി, and those who are transformed will rise. എടുക്കപ്പെടുവാൻ സമയമായി. We will be taken with the Lord. അരുമനാഥനെ And മുഖാമുഖമായി that സന്ധിപ്പാൻ beloved, we സമയമായി. will see him face to face. ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടെ And comfort one another with ഈ these words. വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു. Shall we comfort one another with these ഭാവിയായ words? മനുഷ്യരിൽ തന്റെ വചനം നിവർത്തിച്ച് And to that sinner he's അവനെ fulfilling the word രൂപാന്തരപ്പെടുത്തി and transforming him, ദൈവസാദൃശ്യം നൽകി making him the ആ image of തേജസ്സിന്റെ God, സിംഹാസനത്തിൽ giving him the throne of
glory, മണവാട്ടിയാക്കി and to be a bride like unto the bridegroom, സമയമായി, and to be seated with him. ആ നാളിനായി നമുക്ക് ഒരുങ്ങാം. And shall we prepare ഈ ourselves, കേട്ട വചനങ്ങൾ and let these words ആ ശോഭന പ്രഭാതത്തിലേക്ക് നമ്മെ നയിക്കുവാൻ lead us into that blessed shore. പര്യാപ്തമായി തീരട്ടെ. Let it be sufficient. ഈ സന്ദേശങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് And I remind this message, എന്റെ വാക്കുകൾക്ക് തൽക്കാലം അടിവരയിടുന്നു. and temporarily I cut short my ദൈവം word. നമ്മെ ആശീർവദിക്കട്ടെ. May God bless us. ഇനിയും താമസമാകുമോ മകനെ അൻപിലേശുവിങ്കൽ കടന്നു വരുവാൻ ഈ ഉലകം തരാതുള്ള സമാധാനത്തിൽ ഇന്നും നിനക്കു തരുവാനായി കാത്തിടുന്നു അൻപിലേശു വിളിച്ചിടുന്നു അൻപിലേശു വിളിച്ചിടുന്നു ദിനം മനുജനനം എടുത്ത യേശുരാജുവിൻ സമീപേ നിൽപ്പൂ ഏറ്റുകൊള്ളവനെ തള്ളാതെ ഏറ്റുകൊള്ളവനെ തള്ളാതെ അവൻ മരണങ്ങൾ താത്തത് പല തകർത്തു തന്നരേക്കത്താൽ പാപക്കറകൾ നീക്കി നിന്റെ വ്യാധിയും വേദനയും നീക്കുവാൻ നിന്റെ ശാപത്തിൽ നിന്നും വിടുതൽ നൽകാൻ കുരിശിൽ ജയിച്ചെല്ലാറ്റെയും കുരിശിൽ ജയിച്ചെല്ലാറ്റെയും ഇതമനുജനനം എടുത്ത യേശുരാജനിൻ സമീപേ നിൽപ്പൂ ഏറ്റുകൊള്ളവനെ തള്ളാതെ ഏറ്റുകൊള്ളവനെ തള്ളാതെ ഇനിയും താമസമാകുമോ മകനെ അൻപേശുവിങ്കൽ കടന്നു വരുമോ ഈ ഉലകം തരാതുള്ള സമാധാനത്തിൽ ഇന്നും നിനക്കു തരുവാനായി കാത്തിടുന്നു അൻപിലേശു വിളിച്ചിടുന്നു അൻപിലേശു വിളിച്ചിടുന്നു ഇനിയും താമസമാകുമോ മകനെ അൻപിലേശുവിങ്കൽ കടന്നു വരുമോ ഈ ഉലകം തരാതുള്ള സമാധാനത്തിൽ ഇന്നും നിനക്കു തരുവാനായി കാത്തിടുന്നു അൻപിലേശു വിളിച്ചിടുന്നു അൻപിലേശു വിളിച്ചിടുന്നു ഇനിയും താമസമാകുമോ മകനെ അൻപിലേശുവിങ്കൽ കടന്നു വരുമോ 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 ഇനിയും താമസമാകുമോ മകനെ അൻപിലേശുവിങ്കൽ കടന്നു വരുമോ. Hallelujah, hallelujah, hallelujah. Amen. Yes, beloved ones, even tonight Jesus is calling you. അതേ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിലും യേശു നിങ്ങളെ വിളിക്കുകയാണ്. Come unto me. എന്റെ അടുക്കലേക്ക് വരുവിൻ. Come unto me that all you that labor and are heavy laden, and I will give you rest. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. Come and learn of me. നിങ്ങൾ എന്റെ അടുക്കൽ വന്ന് എന്നോട് പഠിപ്പിൻ. Jesus wants that we must all draw closer to Him. യേശു നാം എല്ലാവരും അവനോട് അടുത്തു ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നു. He has started a work in us. അവൻ നമ്മിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. He wants to finish that work. അവൻ ആ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. What is that work? എന്താണ് ആ പ്രവൃത്തി?
Oh, we must all become the bride of Christ. നാം എല്ലാവരും ക്രിസ്തുവിന്റെ കാന്തയായി തീരണം എന്നുള്ളതാണ്. We must all become rulers. നാം എല്ലാവരും ഭരണാധികാരികളാകണം. In order to make us rulers, in order to make us the bride of Christ, നമ്മെ എല്ലാം ഭരണാധികാരികളാക്കുവാൻ, ക്രിസ്തുവിന്റെ മണവാട്ടിയാക്കി തീർക്കുവാൻ, oh, that work he is doing in our midst. ആ പ്രവൃത്തി അവൻ നമ്മുടെ മധ്യേ ചെയ്തുകൊണ്ടിരിക്കുന്നു. He is going to finish that work very soon. അതിവേഗം അവൻ ആ പ്രവൃത്തി ചെയ്ത് തികയ്ക്കുവാൻ പോകുന്നു. If the Lord is to finish that work, what we must do? ദൈവം ആ പ്രവൃത്തി ചെയ്ത് തികയ്ക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? Oh, we must be united with God. നാം ദൈവവുമായി ഒന്നായി തീരണം. We should not be united with this world. നാം ഈ ലോകവുമായി ഇഴുകിച്ചേരരുത്. We should not be united with the devil. നാം പിശാചുമായി ഒന്നിച്ചു ചേരരുത്. We should not be united with sin. നാം പാപവുമായി ഒന്നു ചേരരുത്. We must be united with God. നാം ദൈവവുമായി ഒന്നു ചേരണം. We must be united with the Holy Spirit. പരിശുദ്ധാത്മാവുമായി നാം ഒന്നായി ചേരണം. Oh, you must be united with Jesus Christ. യേശു ക്രിസ്തുവുമായി നാം ഒന്നായി തീരണം. You must have fellowship with Jesus. We must have fellowship with Jesus. യേശുവുമായി നമുക്ക് കൂട്ടായ്മ ഉണ്ടാകണം. We must be completely delivered from all the bindings of this world. ഈ ലോകത്തിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നാം വിടുതൽ പ്രാപിക്കണം. So we must be united. നാം ഒന്നായി തീരണം. Father, what Jesus did, അതാണ് യേശു ചെയ്തത്. he came to this world. താൻ ഈ ലോകത്തിലേക്ക് വന്നു. He suffered for us. നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. He died for us on the cross of Calvary. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. Yes, we must be united with his love. നാം അവന്റെ സ്നേഹത്തിൽ ഒന്നായി തീരണം. Oh, we must be united with his sufferings. അവന്റെ കഷ്ടങ്ങളിൽ നാം ഒന്നായി തീരണം. Let us be delivered from all the world and the worldliness. നാം ലോകത്തിൽ നിന്നും എല്ലാ ലൗകിക അനുഭവങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടാം. Let us be delivered from all the bindings of the devil. പിശാചിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നമുക്ക് വിടുവിക്കപ്പെടാം. No one can deliver us, only Jesus. യേശുവിനല്ലാതെ മറ്റാർക്കും നമ്മെ വിടുവിപ്പാൻ കഴിയുകയില്ല. Oh, he has given us his word. അവൻ നമുക്ക് തന്റെ വചനം തന്നിരിക്കുന്നു. That is the sword. A sword. അവന്റെ വാള് നമുക്ക് തന്നിരിക്കുന്നു. Oh, that is the word of God. അത് ദൈവവചനമാകുന്നു. He has given us his spirit. അവന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. He has given us blood. അവന്റെ രക്തം നമുക്ക് തന്നിരിക്കുന്നു. Only through the blood of Jesus we can be united with him. യേശുവിന്റെ രക്തത്താൽ മാത്രമേ നമുക്ക് അവനുമായി ഒന്നായി തീരുവാൻ കഴിയുകയുള്ളൂ. Oh, come to the Lord with a broken heart. തകർന്ന ഒരു ഹൃദയത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് വരിക. We need a broken heart and contrite spirit. നമുക്ക് തകർന്നും നുറുങ്ങിയുമായിട്ടുള്ള ഒരു ഹൃദയം ആവശ്യമായിരിക്കുന്നു. He is nigh unto those who have a broken heart. തകർന്ന ഹൃദയമുള്ളവർക്ക് അവൻ സമീപസ്ഥനാകുന്നു. Let us not be far away from him. നാം അവനിൽ നിന്ന് അകന്നിരിക്കരുതേ. Even tonight Jesus is calling you. ഇത് രാത്രിയും യേശു നിന്നെ വിളിക്കുന്നു. Draw closer to him. അവന്റെ അടുക്കലേക്ക് വരിക. Be united with him. അവനുമായി ഒന്നായി തീരുക. Then he will fulfill the work. അപ്പോൾ അവന്റെ പ്രവൃത്തി അവൻ പൂർത്തീകരിക്കും. Tell the Lord, കർത്താവിനോട് പറയുക, Lord, I am a sinner. കർത്താവേ, ഞാനൊരു പാപിയാണ്. Be merciful to me, a sinner. പാപിയാ, എന്നോട് കരുണ തോന്നണമേ. Lord, wash my sins. കർത്താവേ, എന്റെ പാപങ്ങളെ കഴുകണമേ. Forgive my sins. എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. Not only that, he forgiveth all your sins and healeth all your diseases. അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നു. He is able to heal all your sicknesses. നിന്റെ സകല രോഗങ്ങളെയും അവന് സൗഖ്യമാക്കുവാൻ കഴിയും. You repent. നിങ്ങൾ മനം തിരിയുന്നുവെങ്കിൽ Come to Jesus. യേശുവിലേക്ക് വരിക. Be filled with the love of God. ദൈവ സ്നേഹത്താൽ നിറയപ്പെടുക. The blood of Jesus will cleanse you. യേശുവിന്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കും. The blood of Jesus heal you. യേശുവിന്റെ രക്തം നിങ്ങളെ സൗഖ്യമാക്കും. There is power in the blood of Jesus. യേശുവിന്റെ രക്തത്തിൽ ശക്തിയുണ്ട്. Oh, there is healing power in the blood of Jesus. യേശുവിന്റെ രക്തത്തിൽ സൗഖ്യമാക്കുന്ന ശക്തിയുണ്ട്. You surrender with spirit and soul and body. നമ്മുടെ ദേഹാത്മദേഹികളെ നമുക്ക് സമർപ്പിക്കാം. Draw closer to the Lord. കർത്താവിനോട് അധികം അടുത്ത് വരിക. Lord, I commit my spirit and soul and body unto thee. കർത്താവെ, എന്റെ ദേഹാത്മദേഹികളെ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. Forgive me, O Lord. കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ. Heal my sickness, Lord. എന്റെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ. Right now he is going to touch you. ഇപ്പോൾ തന്നെ അവൻ നിങ്ങളെ തൊടുവാൻ പോകുന്നു. He is a compassionate God. അവൻ കരുണയുള്ളവനായ ദൈവമാണ്. He wants to show mercy to you. അവൻ നിങ്ങളോട് കരുണ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. He will take away all your burdens from you. നിന്റെ എല്ലാ ഭാരങ്ങളും നിന്നിൽ നിന്ന് അകറ്റുവാൻ ആഗ്രഹിക്കുന്നു. He has come
and take my yoke upon thee and learn of me. അവൻ ഇപ്രകാരം പറഞ്ഞു, എന്റെ അടുക്കൽ വന്ന് എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. Oh, he wants to transform our life. അവൻ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Unity, the humility of Jesus. Humility of Jesus. യേശുവിന്റെ ആ താഴ്മ നാം ധരിക്കുക. Oh, meekness of Jesus. യേശുവിന്റെ സൗമ്യത പഠിക്കുക. He wants to transform our life. അവൻ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Let us surrender our spirit and soul and body unto him. നമുക്ക് നമ്മുടെ ദേഹികളെ അവന് സമർപ്പിക്കാം. Oh, he is going to touch you right now. ഇപ്പോൾ തന്നെ അവൻ നിന്നെ തൊടുവാൻ പോകുന്നു. Draw closer to him. അവന്റെ അടുക്കലേക്ക് വരിക. Amen. Hallelujah, 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 hallelujah. Amen. കർത്താവേ, പവരേ, ജീവഭാരം ചുമപ്പവരേ, കർത്താവേ, പവരേ, ജീവഭാരം ചുമപ്പവരേ, ആശ്വാസം തരുവാൻ അവൻ പാടി വിളിച്ചിടുന്നു. ആശ്വാസം തരുവാൻ അവൻ പാടി വിളിച്ചിടുന്നു. വിണ്ണവർ വാഴ്ത്തും യേശുരാജൻ മണ്ണിലൊരുവായി, നിനക്കായി മണ്ണിലൊരുവായി. വിണ്ണവർ വാഴ്ത്തും യേശുരാജൻ മണ്ണിലൊരുവായി, നിനക്കായി മണ്ണിലൊരുവായി. പാപമവൻ പോക്കും, നിന്റെ രോഗമവൻ തീർക്കും. പാപമവൻ പോക്കും, നിന്റെ രോഗമവൻ തീർക്കും. പരിശുദ്ധാത്മാവിനാൽ എന്നെ പാടിലവൻ നടത്തും. പരിശുദ്ധാത്മാവിനാൽ എന്നെ പാടിലവൻ നടത്തും. പിന്നവർ വാഴ്ത്തും യേശുരാജൻ മണ്ണിലൊരുവായി, നിനക്കായി മണ്ണിലൊരുവായി. പിന്നവർ വാഴ്ത്തും യേശുരാജൻ മണ്ണിലൊരുവായി, നിനക്കായി മണ്ണിലൊരുവായി. കഷ്ടത വന്നിടിലോ നിന്നെ കൈവിടുകയില്ലയവൻ. കഷ്ടത വന്നിടിലോ നിന്നെ കൈവിടുകയില്ലയവൻ. കരുണയും കരതലത്താൽ നിത്യം താങ്ങി നടത്തുമവൻ. കരുണയും കരതലത്താൽ നിത്യം താങ്ങി നടത്തുമവൻ. വിണ്ണവർ വാഴ്ത്തും യേശുരാജൻ മണ്ണിലൊരുവായി, നിനക്കായി മണ്ണിലൊരുവായി. വിണ്ണവർ വാഴ്ത്തും യേശുരാജൻ മണ്ണിലൊരുവായി, നിനക്കായി മണ്ണിലൊരുവായി. താതൻ സന്നിധിയിൽ നിന്നെ ഓർത്തവൻ കെഞ്ചിടുന്നു. താതൻ സന്നിധിയിൽ നിന്നെ ഓർത്തവൻ കെഞ്ചിടുന്നു. ഈ കരുണം നീ തള്ളിടവേ, വരികേ
Hallelujah. Hallelujah. Amen. Jesus. Hallelujah. 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 Amen. Hallelujah. Hallelujah. Amen. Hallelujah. 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 Oh, praise it, praise it, praise it, praise you, God. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. Amen. Jesus. Hallelujah. 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 Oh, praise it, praise it, praise it, praise it, praise you, God. Amen. Jesus. Hallelujah. 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 Amen. Come on, all about you, good about you, good. Jesus. Kiribi, 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 kiribi. Shanga barari bashuda kudaba. Hallelujah, hallelujah, hallelujah. Amen. Praise it, praise it, praise it, praise it, praise you, God. Amen. Jesus. Hallelujah, hallelujah, hallelujah. Amen. Jesus. Hallelujah, hallelujah. Yes, beloved ones. അതേ പ്രിയമുള്ളവരെ, Because Jesus loved us, യേശു നമ്മെ സ്നേഹിച്ചത് നിമിത്തം He came to this world. അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. He suffered for us. അവൻ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. He bare all our sins. നമ്മുടെ സകല പാപങ്ങളെയും അവൻ വഹിച്ചു. He bare all our sicknesses upon Himself. നമ്മുടെ സകല രോഗങ്ങളെയും അവന്റെ മേൽ അവൻ ചുമന്നു. Oh, He bare all our curses upon Himself. നമ്മുടെ സകല ശാപങ്ങളെയും അവന്റെ മേൽ അവൻ വഹിച്ചു. And He shed His precious blood. അവന്റെ വിലയേറിയ രക്തം അവൻ ചൊരിഞ്ഞു. And He has delivered us from all these bindings. നമ്മുടെ സകല ബന്ധനങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ചു. Shall we all praise God? നാം അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, 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 hallelujah. Amen. Once we are far away from Him. ഒരിക്കൽ നാം അവനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. Now we are nigh unto Him through His blood. അവന്റെ രക്തം നിമിത്തം നാം ഇപ്പോൾ അവനോട് സമീപസ്ഥരാണ്. Oh, He has broken the walls of partition. അവൻ ആ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. Now we are reconciled with God through നാം ഇപ്പോൾ Jesus Christ. യേശു ക്രിസ്തു നിമിത്തം നാം ദൈവത്തോട് ഇപ്പോൾ നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു. Shall we all praise God for that? അതിനായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, hallelujah, 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 amen. Praise it, praise it, praise it, praise it, amen. Through His blood, through His word, and through the Holy Spirit, we are united with Him. നാം അവന്റെ രക്തം നിമിത്തമായി അവന്റെ വചനത്തിൽ കൂടെ അവന്റെ പരിശുദ്ധാത്മാവിനാൽ
അവനുമായി ഒന്നായി ചേർന്നിരിക്കുന്നു. Oh, He has given us the gospel. അവൻ നമുക്ക് സുവിശേഷം നൽകിയിരിക്കുന്നു. Yes, to the truths and doctrines we are united with Him. ആ സത്യത്തിൽ കൂടെയും ഉപദേശത്തിൽ കൂടെയും നാം അവനുമായി ഒന്നായി ചേർന്നിരിക്കുന്നു. Shall you all praise God for that? അതിനായി നാം സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord. സ്തോത്രം, praise the Lord, സ്തോത്രം, praise the Lord. സ്തോത്രം, സ്തോത്രം, Hallelujah, സ്തോത്രം, hallelujah, സ്തോത്രം, hallelujah. സ്തോത്രം, Amen. സ്തോത്രം, 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 Hallelujah. സ്തോത്രം. Our Jesus has gone to prepare a place for us. നമ്മുടെ യേശു നമുക്കായി ഒരു സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു. Oh, very soon He is going to come and gather us unto Himself. അതിവേഗം അവൻ വന്ന് നമ്മെ അവന്റെ അടുക്കൽ ചേർക്കുവാൻ പോകുന്നു. Shall you all praise God for that? അതിനായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. For His finished work on the cross of Calvary, shall you all praise God? കാൽവരി ക്രൂശിൽ അവൻ നിവർത്തിച്ച പ്രവർത്തിക്കായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. Amen. Yes, He is going to complete the work which He has started in every one of us. Shall you all praise God? നമ്മിൽ ഓരോരുത്തരിലും അവൻ ആരംഭിച്ച നല്ല പ്രവൃത്തിയെ അവൻ തികയ്ക്കുവാൻ പോകുന്നതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. Hallelujah, hallelujah. For all the blessings the Lord has given us to His word, to His blood, and to His Holy Spirit, shall you all praise God? അവന്റെ വചനത്തിൽ കൂടെ അവന്റെ രക്തത്തിൽ കൂടെ പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord. സ്തോത്രം, 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 സ്തോത്രം. For the precious words spoken to us tonight, shall you all praise God? ഇന്ന് രാത്രി നമ്മോട് സംസാരിച്ച എല്ലാ വിലയേറിയ വചനങ്ങൾക്കുമായി സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the സ്തോത്രം, Lord, praise the സ്തോത്രം, Lord, praise the സ്തോത്രം, Lord, സ്തോത്രം, praise the Lord. സ്തോത്രം. Praise God the Father, Son, and the Holy Spirit. പിതാപുത്ര പരിശുദ്ധാത്മാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. Hallelujah. കർത്താവേ സ്തോത്രം, സ്നേഹമേറിയ പിതാവേ തിരുനാമത്തിന് സ്തോത്രം സ്തുതിക്കുന്നു. നീ ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ഈ വർഷവും കർത്താവ് ഞങ്ങൾക്കൊരു കൂടി ഒരു തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം ഞങ്ങളുടെ മധ്യ കടന്നുവന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒന്നാം ദിവസം കൂടി ഒരുവനെ കർത്താവിനെ അനുഗ്രഹിച്ച് നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ പാടി ദൈവത്തെ സ്തുതിപ്പാണ്ടക്കവണ്ണം കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ള സാക്ഷികളെ കർത്താവ് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂടി ഒരുവില്ലേ ഉദ്ദേശങ്ങളെല്ലാം കർത്താവ് പൂർണ്ണമായിട്ട് അറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഭാവികൾ രക്ഷിക്കപ്പെടുവാൻ, രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട് പട്ടണത്തിലുള്ളതായ നിന്റെ സുവിശേഷം ഘോഷിപ്പാണ്ടക്കവണ്ണം കർത്താവെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനേരെ കർത്താവെ പാപത്തിന്റെ ആഴത്തിൽ നിന്ന് അനേരെ കർത്താവ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് അനേകരെ പാപത്തിന്റെ ആഴത്തിലേക്ക് മുക്കിത്താത്തുകൊണ്ടിരിക്കുന്നവരെ എല്ലാം ഉദ്ധരിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ വചനങ്ങളെ ഈ രാത്രി കാലം സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. വചനത്തോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനം ഭൂമിയിൽ നിവർത്തിച്ച് അത് വേഗം തീർക്കുമെന്നുള്ളത് ആദ്യത്തിന്റെ വചനം ഈ രാത്രി കാലം സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം പണ്ട് ഭാഗമായിട്ടും വിധമാ നിലയിലും കർത്താവ് ദൂതന്മാർ മൂലം അരുളി ചെയ്ത് പുത്രൻ മൂലം ഇപ്പോൾ നിവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ സംസാരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ആത്മീയമായ പാഠശാലയിലേക്ക് കൊണ്ടുവന്നിരിക്കിയാൽ സ്തോത്രം ചെയ്യുന്നു. ന്യായപ്രമാണ ശിശുപാലകന്മാരാ ഞങ്ങൾക്ക് തീർന്നു. അത് ഞങ്ങളെ ക്രിസ്തുവിലേക്ക് നടത്തി. പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൃപയിലേക്ക് നടത്തുന്നു. ആ നിത്യതയുടെ അനുഭവം പ്രാപിക്കുവോളം കർത്താവിന്റെ കൃപയിൽ മറിയിരുന്നുകൊണ്ട് നിന്നോട് പഠിച്ച് മുൻപോട്ട് പോകാണ്ടക്കവണ്ണം ഓരോ വ്യക്തികളെ അധിപതിയമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ സ്തോത്രം. സഭയെക്കുറിച്ചുള്ളതായ ആ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെല്ലാം കർത്താവ് ഞങ്ങൾ നിവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ കർത്താവ് ഞങ്ങൾ സുവിശേഷം അനുസരിച്ചുകൊണ്ട് ദൈവിക പൂർണ്ണത പ്രാപിച്ചുകൊണ്ട് സഭയിൽ ഉണ്ടാകേണ്ടതായ പൂർണ്ണത പ്രാപിപ്പാൻ തക്കവണ്ണം വചനപ്രകാരം കർത്താവ് ഓരോ ദിവസവും ഞങ്ങൾ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദേശനിവാസികളെയും കർത്താവ് രക്ഷിക്കണമേ, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടതായ സുവിശേഷത്തിന്റെ ദൌത്യം കർത്താവ് അവസാന നാളിൽ ചെയ്ത് തികപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചന സംസാരിപ്പാന്റെ ദാസന്മാരെയും കർത്താവ് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവ് അനുഗ്രഹിക്കും, വലിയ മഹത്വപ്പെടുത്തും. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Righteous and holy Father, we praise and thank Thee for the words spoken this night. Yes, Lord, once we are all under the bondage of sin and sickness and the worldliness. We are under bindings, Lord, but Thou
by thy grace and thy mercy, thou came to this world, O God, and suffered for us and died for us on the cross of Calvary. Thank you for the finished work of Lord on the cross of Calvary, O Father, we pray thee. Through thy blood, through thy word, and through thy spirit, thou hast delivered. Therefore we praise and thank thee. Thou hast started a work in us, and thou wants to, Lord, fulfill that work in us, O Father, Lord. Yes, Lord, thou wants to make us rulers. Thou desires that we must become the bride of Christ, Lord. Thank you for the work, Lord, that is done in our lives, O Father, Lord. Help us, Lord, to be united with God, united with thy love, O God, united with the church, O God, united with the truth and doctrines, O Father, we pray thee. That is gone to prepare a place for us, Lord. That is Zion and Jerusalem. Very soon thou art going to come and gather us in thyself. Therefore we praise and thank you, God. Thank you for thy word once again, Lord. Lord, continue to shower thy blessings upon the people of Master, Lord. We give all the praise and honor and glory to thee. In Jesus' name we pray thee, Father. Amen. Now may the grace of our Lord Jesus Christ, the love of God, and the sweet fellowship of the Holy Spirit rest and abide with us in all saints, now and until Jesus comes in glory. Amen.